ചാണക്യൻ്റെ ജീവചരിത്രം, അർത്ഥശാസ്ത്രം, നീതിശാസ്ത്രം, ചാണക്യനീതി തുടങ്ങിയവ ഉൾപ്പെടുത്തിക്കൊണ്ട് ചാണക്യൻ എന്ന വെബ് സീരിയൽ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. ആദ്യത്തെ 3 ഭാഗങ്ങൾ കാണാത്തവർ കാണുക. വീഡിയോയുടെ പ്ലേലിസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മണി ടെക് മീഡിയയ്ക്കു വേണ്ടി ഈ പ്രോഗ്രാം തയ്യാറാക്കിയത് നസീർ ഖാൻ സാഹിബ് ടി, മുൻ ജില്ലാ ലേബർ ഓഫീസറും ഇപ്പോൾ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജിയുടെ പ്രോഗ്രാം പ്രൊഡ്യൂസറുമാണ്. ചാണക്യൻ വെബ് സീരിയൽ ഭാഗം 4. തന്റെ അനുയായികൾ പരസ്പരം ഏറ്റുമുട്ടുന്ന കാര്യമറിഞ്ഞ് ചാണക്യൻ പാഞ്ഞെത്തി. ചാണക്യനും ചന്ദ്രഗുപ്ത മൗര്യനും വളരെ കഷ്ടപ്പെട്ട് സൈനികരുടെ കലാപം അവസാനിപ്പിച്ചു. സൈനികരുടെ കലാപം അവസാനിപ്പിക്കുവാൻ ചാണക്യനും ചന്ദ്രഗുപ്തനും കഴിഞ്ഞുവെങ്കിലും എല്ലാവരും വളരെ നിരാശരായിരുന്നു. അവരുടെ ആത്മവീര്യം ഉയർത്തുന്നതിനു വേണ്ടി ചാണക്യൻ ഒരു ചെറിയ പ്രസംഗം നടത്തി. വില്ലാളി വീരനായ അർജുനനും പർവ്വതങ്ങളെപ്പോലും തകർക്കാൻ കഴിവുള്ള ഭീമസേനനും അതിശക്തമായ സൈനിക ശക്തിയുള്ള പാഞ്ചാല മഹാരാജാവിന്റെ ബന്ധുക്കളുമായിട്ട് പോലും പാണ്ഡവർക്ക് 12 വർഷം വനവാസവും 1 വർഷം അജ്ഞാതവാസവും അനുഷ്ഠിക്കേണ്ടി വന്നു. ശ്രീകൃഷ്ണന്റെ എല്ലാവിധ സഹായ സഹകരണങ്ങൾ ഉണ്ടായിട്ട് പോലും അവർക്ക് ഈ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. വിജയവും പരാജയവും നിശ്ചയിക്കുന്നത് ഒരു ഘടകം മാത്രമല്ല, ധാരാളം ഘടകങ്ങൾ അനുകൂലമായും പ്രതികൂലമായും നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കും. സാധ്യതകളുടെ സങ്കലന വ്യവകലനങ്ങളിൽ ഉണ്ടാകുന്ന നേരിയ വ്യത്യാസം പോലും വിജയത്തെ ബാധിക്കും. ആയുഹ കർമ്മച വിത്തം ച വിദ്യാ നിധനമേവ ച പഞ്ചൈതാനി ഹി സൃജിന്തേ ഗർഭസ്ഥ സൈവ ദേഹിനഃ. ജീവൻ ഗർഭപാത്രത്തിൽ കടന്ന് മനുഷ്യരൂപം പ്രാപിക്കുന്നതിനൊപ്പം തന്നെ അതിന്റെ ജീവിതകാലം, ചുമതലകൾ, കർമ്മം, സമ്പത്ത്, വിദ്യാഭ്യാസം തുടങ്ങി ജീവിതാന്ത്യം വരെയുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു. ഒരു വ്യക്തി അവന്റെ ജീവിതചക്രം പൂർത്തിയാക്കുന്ന പ്രക്രിയയിൽ അവന് യാതൊരു അധികാര അവകാശങ്ങളും പ്രയോഗിക്കാനാവില്ല എന്ന സത്യമാണ് ഗുരു ചാണക്യൻ ഈ ശ്ലോകത്തിലൂടെ അവതരിപ്പിക്കുന്നത്. സ്വന്തം ആയുസ്സിന്മേൽ അവന് യാതൊരു നിയന്ത്രണവുമില്ല. ഒരു ജീവൻ, അതിനുത്തരവാദിയായ ആൾക്ക് പോലും ആ ജീവനുമേൽ നിയന്ത്രണമൊന്നുമില്ല എന്നത് വിരോധാഭാസമായി തോന്നാം. ജീവന്റെ ഉറവിടം ഈശ്വരനാണ് എന്ന യാഥാർത്ഥ്യമാണ് നാം ഇവിടെ അംഗീകരിക്കേണ്ടി വരിക. മനുഷ്യന്റെ നിസ്സഹായതയെയും നശ്വരതയെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ ശ്ലോകം. തന്റെ സൃഷ്ടാവായ ദൈവത്തോട് ഓരോരുത്തരും എന്തുമാത്രം കടപ്പെട്ടിരിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ സന്ദേശം. സാഹചര്യങ്ങളും കാലവും എത്ര അനുകൂലമാണെന്ന് കരുതിയാലും എന്തൊക്കെ തന്ത്രങ്ങൾ പ്രയോഗിച്ചാലും ചിലപ്പോൾ പരാജയപ്പെടുക തന്നെ ചെയ്യും. ഈ പരാജയവും പിന്നീടുണ്ടാകുന്ന വിജയങ്ങളും എല്ലാം നേരത്തെ എഴുതി വെക്കപ്പെട്ടതാണ് എന്ന് ചാണക്യൻ തന്റെ സൈനികരെ പറഞ്ഞു മനസ്സിലാക്കിയതാണ് സന്ദർഭം. എത്രയും പെട്ടെന്ന് മഗധയുടെ അതിർത്തി കടക്കണമെന്ന് ചാണക്യൻ ചന്ദ്രഗുപ്തനെ ഉപദേശിക്കുന്നു. സൈന്യത്തിലെ കലാപവും ആത്മവീര്യക്കുറവും ചാരന്മാർ മുഖേന ധനനന്ദ മഹാരാജാവും അമാത്യ രാക്ഷസനും അറിയും. ദുർബലരായിരിക്കുന്ന നമ്മളെ ധനനന്ദൻ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം മഗധയുടെ അതിർത്തി കടന്ന് സുരക്ഷിതമായ ഒരു താവളത്തിൽ സൈനികരുമായി എത്തണമെന്ന് ചാണക്യൻ ചന്ദ്രഗുപ്ത മൗര്യന് നിർദ്ദേശം നൽകി. പഴയ താവളം സുരക്ഷിതമല്ലെന്നും പുതിയ താവളം കണ്ടെത്തണമെന്നും ചാണക്യൻ ഉപദേശിക്കുന്നു. ചാണക്യ നിർദ്ദേശമനുസരിച്ച് ചന്ദ്രഗുപ്ത മൗര്യൻ സൈനികരുമായി മഗധയുടെ അതിർത്തി കടന്ന് പുതിയൊരു താവളത്തിലെത്തി. എന്നാൽ ഈ യാത്രക്കിടയിൽ പലരും കൊഴിഞ്ഞുപോയിരുന്നു. ചന്ദ്രഗുപ്ത മൗര്യനിലും ചാണക്യനിലും ഉണ്ടായിരുന്ന വിശ്വാസം നഷ്ടപ്പെട്ടവർ തങ്ങളുടെ വീടുകളിലേക്ക് അല്ലെങ്കിൽ വേറൊരു സുരക്ഷിത സ്ഥലം തേടി യാത്ര പോവുകയാണ് ഉണ്ടായത്. ചന്ദ്രഗുപ്ത മൗര്യൻ പുതിയ താവളം കണ്ടെത്തി അവിടെ എത്തിയപ്പോൾ ഏകദേശം 5000-നടുത്ത് സൈനികർ മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. പകുതിയോളം പേർ പൊഴിഞ്ഞുപോയിരുന്നു. സുരക്ഷിതമായ ഒരു താവളം കണ്ടെത്തി തമ്പടിക്കുവാൻ കഴിഞ്ഞുവെങ്കിലും അപ്രതീക്ഷിതമായി ഉണ്ടായ പരാജയത്തിലും വളരെ കഷ്ടപ്പെട്ട് സംഘടിപ്പിച്ച സൈനികരിൽ പകുതിയോളം പേർ നഷ്ടപ്പെട്ടതിലും ചന്ദ്രഗുപ്ത മൗര്യന് വളരെയധികം ദുഃഖമുണ്ടായി. ഇനി എങ്ങനെ മുന്നോട്ടു പോകും? ചന്ദ്രഗുപ്ത മൗര്യന് ദുഃഖവും നിരാശയും പിടികൂടി. പുതിയ താവളം അപരിചിതമായ ഒരു സ്ഥലത്താണ്. പഴയ താവളത്തിൽ ഗ്രാമീണരുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടായിരുന്നു. പുതിയ സാഹചര്യവുമായി പൊരുത്തപ്പെട്ടു പോകുവാൻ ചന്ദ്രഗുപ്ത മൗര്യന് വളരെ ബുദ്ധിമുട്ടായി തോന്നി. അനവസ്ഥിത കാര്യസ്യ നാജനേ
ന വനേ സുഖം ജനേ ദഹതി സംസർഗോ വനേ സംഘ വിവർജനം. സാഹചര്യങ്ങളുമായി ഇണങ്ങിപ്പോകാൻ പറ്റാത്തവർ എല്ലാ കാലത്തും അസ്വസ്ഥരായിരിക്കും. പട്ടണത്തിലെ ജനങ്ങളുടെ ഇടയിൽ നിന്നുണ്ടാകുന്ന വിമർശനങ്ങളും വിലയിരുത്തലുകളുമൊക്കെ അയാൾക്ക് സഹിക്കാവുന്നതിനും അപ്പുറമായിരിക്കും. ഒരു വനമധ്യത്തിൽ ചെന്നുപെട്ടാലോ അവിടെ അനുഭവപ്പെടുന്ന ഏകാന്തത അയാളെ ഭ്രാന്തനാക്കും. നാം ജീവിക്കുന്ന സാഹചര്യങ്ങളെ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ ഉൾക്കൊള്ളേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. സമൂഹത്തിൽ എല്ലാവർക്കും സ്വീകാര്യമായ രീതിയിൽ ജീവിക്കുക ആർക്കും സാധ്യമല്ലല്ലോ. മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കി ഇടപെടേണ്ടി വരും. വിഭിന്ന സ്വഭാവക്കാർ ഉൾക്കൊള്ളുന്ന സമൂഹത്തിൽ അത് സാധ്യമല്ല. നമ്മുടെ പ്രവൃത്തികളെ വിലയിരുത്തുന്നവർ അവരുടെ വീക്ഷണ കോണുകളിലൂടെയാണ് നമ്മെ വീക്ഷിക്കുക. അപ്പോൾ വിമർശനങ്ങൾ ഉണ്ടായെന്ന് വരാം. അവയെ മറികടക്കുന്നതിന് ഷേക്സ്പിയർ പറയുന്നത് പോലെ മര്യാദകേടില്ലാത്ത ഹൃദ്യത, പക്ഷപാതമില്ലാത്ത നർമ്മം, സഭ്യത പുലർത്തുന്ന സ്വാതന്ത്ര്യം, പാണ്ഡിത്യ പ്രകടനമില്ലാത്ത അറിവ്, കളവില്ലാത്ത പുതുമ എന്നിവ സംഭാഷണത്തിൽ ആവശ്യമാണ്. വിമർശനങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ അവയിൽ നമുക്ക് തിരുത്തേണ്ട എന്തെങ്കിലും അടങ്ങിയിട്ടുണ്ടോ എന്ന് ആത്മവിമർശനം നടത്തി വേണ്ട തിരുത്തലുകൾ വരുത്താനാണ് നാം ശ്രമിക്കേണ്ടത്. അങ്ങനെ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും സാമൂഹികമായും സാഹചര്യങ്ങളുമായും പൊരുത്തപ്പെട്ടു പോകാൻ പാകപ്പെടുത്തണം. സാഹചര്യങ്ങൾ എല്ലായ്പ്പോഴും നമുക്ക് അനുകൂലമായിരിക്കുമെന്ന് ഒരിക്കലും കരുതരുത്. ഏതു പ്രതികൂല സാഹചര്യങ്ങളിലും പിടിച്ചു നിൽക്കാൻ കഴിയണം. സാഹചര്യങ്ങളുമായി ഇണങ്ങിച്ചേരണം. പുതിയ അവസരങ്ങൾ വരുന്നതുവരെ കാത്തിരിക്കണം. ഇപ്പോൾ അതുമാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് ചന്ദ്രഗുപ്ത മൗര്യനെ പറഞ്ഞു മനസ്സിലാക്കുകയാണ് ചാണക്യൻ. ആശയങ്ങൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും ചന്ദ്രഗുപ്ത മൗര്യനെയും അവശേഷിക്കുന്ന ചെറിയ സൈനിക സംഘത്തെയും പ്രചോദിപ്പിക്കാനും കൂടെ നിർത്താനും ചാണക്യന് കഴിഞ്ഞു. എന്നാൽ മറ്റുള്ളവർക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുത്ത ചാണക്യന് ഒരു ചെറിയ ആശയക്കുഴപ്പമുണ്ടായി. വളരെയധികം തയ്യാറെടുപ്പുകളും ബുദ്ധിപരവുമായാണ് താൻ നീങ്ങിയത്. എന്നാൽ ശത്രുവിന്റെ ശക്തിയെക്കുറിച്ച് ശരിയായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ചാരന്മാർ നൽകിയ വിവരങ്ങൾ പരിപൂർണമായി വിശ്വസിച്ചതിലും തെറ്റുപറ്റി. ശത്രു അലസനായി നിലകൊള്ളുന്നു എന്നുള്ള കണക്കുകൂട്ടലുകൾ ഒരിക്കലും പാടില്ല എന്ന് മനസ്സിലായി. നമ്മളെക്കാൾ ശക്തനും ജാഗരൂകനുമാണ് എതിരാളി എന്ന് കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നെങ്കിൽ അതിനനുസരിച്ച് പദ്ധതികൾ തയ്യാറാക്കാമായിരുന്നു. മാത്രവുമല്ല, അമാത്യ രാക്ഷസന്റെ ബുദ്ധിശക്തിയും ധനനന്ദനോടുള്ള കൂറും ആത്മാർത്ഥതയും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അമാത്യ രാക്ഷസന്റെ നീക്കങ്ങൾ ചടുലവും മനഃശാസ്ത്രപരവുമായിരുന്നു. ഇക്കാര്യങ്ങൾ മുൻകൂട്ടി കണക്കാക്കുവാൻ കഴിഞ്ഞില്ല. കുറച്ചു ദിവസത്തേക്ക് നമ്മൾക്കെല്ലാം ഒരു വിശ്രമം അത്യാവശ്യമാണ്. ശരീരവും മനസ്സും ശാന്തമാകുമ്പോൾ ലക്ഷ്യം നേടിയെടുക്കാനുള്ള ശരിയായ മാർഗങ്ങളും പദ്ധതികളും മനസ്സിൽ വന്നെത്തും. ഞാനൊരു ചെറിയ യാത്ര പോവുകയാണ്. വിജയിക്കാനുള്ള ശരിയായ പദ്ധതികളും വഴികളും കണ്ടെത്തിക്കൊണ്ടായിരിക്കും ഞാൻ തിരിച്ചു വരുന്നത്. ഇനിയൊരു പരാജയം നമുക്ക് ഒരിക്കലും ഉണ്ടാകില്ല. സൈന്യത്തോട് ഇക്കാര്യങ്ങൾ ഒന്നും പറയണ്ട. കുറച്ചു ദിവസം അവരോട് വിശ്രമിക്കാൻ മാത്രം പറയുക. ചാണക്യൻ യാത്രയായി. ഭിക്ഷാന്തേഹിയായി അലഞ്ഞു തിരിയുമ്പോൾ ചാണക്യൻ ചിന്തിച്ചു, എല്ലാവർക്കും ഉപദേശങ്ങൾ നൽകുന്ന തനിക്കിങ്ങനെ ചിന്താക്കുഴപ്പം ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെ മറ്റുള്ളവരെ നയിക്കാൻ കഴിയും? പ്രളയേ ഭിന്ന മര്യാദ ഭവന്തി കില സാഗരാഹ സാഗരാ ഭേദമിച്ഛന്തി പ്രളയേപി ന സാധവ. പ്രളയാവസരത്തിൽ കടൽ ക്ഷോഭിച്ചു കരയിലേക്ക് കയറി കരയെ മുഴുവൻ വിഴുങ്ങിയാൽ പോലും മഹാന്മാരുടെ മനസ്സ് അപ്രകാരമുള്ള ക്ഷോഭത്തിൽ പോലും ഏതു പ്രളയത്തിലും ശാന്തമായിരിക്കും. സംസാര സാഗരത്തിൽ മുങ്ങിക്കഴിയുന്ന മനുഷ്യന്റെ അല്പത്വത്തെയും നിസാരതയെയും ചൂണ്ടിക്കാണിക്കുകയാണ് ഈ ശ്ലോകത്തിലൂടെ ഗുരു ചാണക്യൻ. പ്രകൃതിക്ഷോഭം ഉണ്ടാകുമ്പോൾ അത്യഗാധമായ സമുദ്രത്തെ പോലും ആ ക്ഷോഭം ബാധിക്കുന്നു. തൽഫലമായി സമുദ്രം പ്രക്ഷുബ്ധമായി കരയിലേക്ക് അടിച്ചു കയറി സംഹാരം നടത്തുന്നു. സാധാരണ മനുഷ്യന്റെ മാനസിക വ്യാപാരങ്ങളെ കടലുമായി താതാത്മ്യപ്പെടുത്തുകയാണ് അദ്ദേഹം ഇവിടെ ചെയ്യുന്നത്. മാനുഷിക വികാരങ്ങളെ അടക്കി നിർത്തുവാൻ വളരെയധികം പ്രയത്നം ആവശ്യമായുണ്ട്. ചിട്ടയായ ജീവിതചര്യയും സത്യധർമാദികൾ പാലിക്കുന്നതിനുള്ള നിഷ്ഠയും ലൗകിക സുഖഭോഗാസക്തികളിൽ നിന്ന് മോചിതനാകുകയും ചെയ്യുമ്പോൾ മാത്രമേ അവന്
തന്നെ കീഴടക്കാൻ സാധിക്കുകയുള്ളൂ. സ്വന്തം ശരീരത്തെ കീഴടക്കുകയാണ് ഒരുവന്റെ ഏറ്റവും വലിയ വിജയം. ലൗകിക സുഖങ്ങളിൽ മുഴുകി സമ്പത്തിൽ ആശ്രയം വച്ച് മാനസിക സുഖവും സമാധാനവും നഷ്ടപ്പെട്ട് ജീവിതം തള്ളി നീക്കുന്ന മനുഷ്യൻ തന്നിൽ അന്തർലീനമായിരിക്കുന്ന ശക്തി ഉപയോഗപ്പെടുത്തി തന്റെ മനസ്സിനെയും ശരീരത്തെയും കീഴ്പ്പെടുത്തി മനക്കരുത്ത് നേടട്ടെ. മറ്റുള്ളവരിൽ നന്മ കാണാനും മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനും തക്കവിധം മനോവ്യാപാരങ്ങളെ ക്രമപ്പെടുത്തി സഹജീവി സ്നേഹത്തോടെ ചലിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ലോകത്തിലെ ഏതു പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും അനായാസം അതിജീവിക്കാൻ കഴിയും. പ്രളയം വന്നാലും കടൽ പ്രക്ഷോഭിച്ചിളകിമറിഞ്ഞാലും പർവ്വതം ഇളകിമറിഞ്ഞു വീണാലും എന്തൊക്കെ പ്രതിസന്ധികളിലും പ്രതികൂല സാഹചര്യങ്ങളും നേരിടേണ്ടി വന്നാലും അവയൊക്കെ തരണം ചെയ്ത് മുന്നോട്ടു പോകാൻ താൻ ഒരിക്കലും തകരില്ല, തളരില്ല എന്ന് ചാണക്യൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. അല്പം കാത്തിരിക്കേണ്ടി വന്നാലും ധനനന്ദനെ വധിച്ച് ചന്ദ്രഗുപ്ത മൗര്യനെ മഗധയുടെ ഭരണാധികാരിയാക്കും. ചന്ദ്രഗുപ്തന്റെ നേതൃത്വത്തിൽ വിശാലമായ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കും. ചാണക്യൻ ദൃഢപ്രതിജ്ഞ എടുത്തു. ഭിക്ഷാന്തേകിയായ ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ ചാണക്യൻ കുറച്ചു ദിവസം അലഞ്ഞു നടന്നു. അങ്ങനെ ഭിക്ഷ യാചിക്കുന്നതിനു വേണ്ടി ഒരു വീട്ടിലെത്തി. അപ്പോൾ അകത്ത് അമ്മ കുഞ്ഞിനെ ഉപദേശിക്കുകയായിരുന്നു. നീ പാത്രത്തിന്റെ നടുക്കുനിന്ന് ഒരിക്കലും ഭക്ഷണം കഴിക്കാൻ തുടങ്ങരുത്. അരികിൽ നിന്നും നീ ഭക്ഷണം കഴിച്ചാൽ നിനക്ക് മുഴുവൻ ഭക്ഷണവും രുചിയോടെ കഴിക്കാൻ കഴിയും. നീ നടുക്കുനിന്ന് ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചാൽ ഇടയ്ക്ക് വെച്ച് ഭക്ഷണം മതിയാക്കി പോകേണ്ടി വരും. അതുകൊണ്ട് മകനെ, ഭക്ഷണം നീ പാത്രത്തിന്റെ ഒരു ഭാഗത്തു നിന്നും രുചിയോടെ കഴിച്ചു തുടങ്ങുക. ഇടയ്ക്കു നിന്ന് വാരി വലിച്ചു കഴിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ അരുചി അനുഭവപ്പെടുകയും ഭക്ഷണം മടുക്കുകയും ചെയ്യും. അമ്മയുടെ ഈ വാക്കുകൾ ചാണക്യന്റെ മനസ്സിൽ ഒരു മിന്നൽ പിണർ സൃഷ്ടിച്ചു. പരാജയത്തിന്റെ ഒരു കാരണം ഈ അമ്മയിൽ നിന്നും പഠിക്കുവാനുണ്ട്. മഗധയിലെ ഒരറ്റത്തു നിന്നും സാവധാനം ആക്രമിച്ചു മുന്നേറുന്നതിന് പകരം നേരെ മധ്യഭാഗത്തുള്ള തലസ്ഥാന നഗരം ലക്ഷ്യമാക്കി നീങ്ങിയത് തെറ്റായിപ്പോയി. ചാണക്യൻ വേഗം നടന്ന് ഒരു ആൽമര ചുവട്ടിലെത്തി. അല്പസമയം വിശ്രമിച്ചു. ഇതുവരെ താൻ പരാജയങ്ങൾ അവലോകനം ചെയ്തില്ല. ഓരോ പരാജയവും സമ്മാനിക്കുന്നത് പുതിയ തിരിച്ചറിവുകളാണ്. പരാജയ കാരണങ്ങളെ സ്വയം വിമർശനപരമായി വിലയിരുത്തി അതിൽ നിന്നും ലഭിച്ച തിരിച്ചറിവുകൾ സമർത്ഥമായി ഉപയോഗിച്ചാൽ വിജയം സുനിശ്ചിതമായിരിക്കും. മഗധയിലേക്കുള്ള സൈനിക നീക്കം ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കാനുള്ള കാരണങ്ങൾ ഒന്നൊന്നായി എഴുതി വെക്കണം. എന്നിട്ട് ഓരോ കാരണങ്ങളും പിന്നീട് ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകളും പദ്ധതികളും തയ്യാറാക്കണം. ചാണക്യൻ തന്റെ സഞ്ചിയിൽ നിന്ന് നാരായവും എഴുത്തോലയും കയ്യിലെടുത്തു. എന്നിട്ട് പരാജയ കാരണങ്ങൾ ഓരോന്നോരോന്നായി എഴുതാൻ ആരംഭിച്ചു. ചാണക്യന്റെ ജനനം മുതൽ മരണം വരെയുള്ള സംഭവ ബഹുലമായ ജീവചരിത്രം ചാണക്യൻ എന്ന പേരിൽ ഡിസി ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ടി നസീർ ഖാൻ സാഹിബ് ആണ് വളരെയധികം ഗവേഷണങ്ങൾ നടത്തി ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. ഡിസി ബുക്സിന്റെ എല്ലാ ശാഖകളിലും പുസ്തകം ലഭ്യമാണ്. പുസ്തകം ഡിസി ബുക്സിൽ പോയി വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർ ഈ പ്രോഗ്രാമിന്റെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ച് ഓൺലൈൻ ആയി വാങ്ങാവുന്നതാണ്. യുദ്ധത്തിൽ മാത്രമല്ല, ഏതു കാര്യത്തിനിറങ്ങിത്തിരിച്ചാലും വിജയവും പരാജയവും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ മാത്രമാണ്. പരാജയ കാരണങ്ങൾ ആഴത്തിൽ അവലോകനം ചെയ്ത് യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്തുകയും അവയ്ക്ക് ശരിയായ രീതിയിൽ പരിഹാരങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞാൽ ഏതു പരാജയത്തെയും വിജയമാക്കി മാറ്റുവാൻ കഴിയും. അതിനാൽ ആദ്യമായി ചെയ്യേണ്ടത് പരാജയത്തെക്കുറിച്ചുള്ള തൻ്റെ കണ്ടെത്തലുകൾ കുറിച്ചിടുക എന്നതാണ്. ചാണക്യൻ പരാജയ കാരണങ്ങൾ ഓരോന്നോരോന്നായി എഴുത്തോലയിൽ കുറിച്ചിട്ടു. പരിമിതികൾ തിരിച്ചറിയണം എന്നതാണ് ഒന്നാമത്തെ കാര്യം. എത്ര ബുദ്ധിമാന്മാരായ ആൾക്കാരാണ് എങ്കിലും അവർക്ക് ചില പരിമിതികളുണ്ട്. നാം പരാജയപ്പെടുന്നത് നമ്മുടെ പരിമിതികൾ തിരിച്ചറിയാത്തതുകൊണ്ടാണ്. അമിതമായ ആത്മവിശ്വാസം കൊണ്ട് പരിമിതികൾ തിരിച്ചറിയാൻ ശ്രമിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. തൻ്റെ സൈനികർ നേരത്തെ ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുകയോ യുദ്ധത്തെക്കുറിച്ച് വ്യക്തമായ പരിജ്ഞാനമോ ഉള്ളവരല്ല. സാധാരണ ജനങ്ങളെ തിരഞ്ഞെടുത്ത് അവർക്ക് പരിശീലനം നൽകുകയാണ് ചെയ്തത്. വെറും കൗതുകത്തിന് സൈന്യസേവനത്തിനെത്തിയവരാണ് നല്ലൊരു പങ്കും എന്ന് കരുതേണ്ടിയിരിക്കുന്നു. ഇവർക്ക് അച്ചടക്കമില്ല. ഇതുകൊണ്ടാണ് അവർ നേതാവിൻ്റെ ആജ്ഞ ധിക്കരിച്ച് കലാപം നടത്താനും കൊഴിഞ്ഞു പോകാനും തയ്യാറായത്. ഈ പരിമിതികൾ പരിഹരിക്കാനുള്ള
അടിയന്തര നടപടികൾ സ്വീകരിച്ചേ മതിയാകൂ. 2. ശത്രു തൻ്റെ എല്ലാ ശക്തികളും കേന്ദ്രീകരിച്ചിരിക്കുന്ന ഭാഗത്ത് ആദ്യമായി ആക്രമണം തുടങ്ങി. തലസ്ഥാനം ആക്രമിച്ചാൽ രാജകൊട്ടാരം കീഴടക്കി അധികാരം കൈക്കലാക്കാൻ കഴിയും എന്ന ഒരു ധാരണയുണ്ടായിരുന്നു. തൻ്റെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റാണ്. താൻ കണക്കുകൂട്ടിയത് എളുപ്പമാർഗമാണ്. ഒരു കാര്യം വളരെ എളുപ്പമാണ് എന്ന് നാം കണക്കുകൂട്ടിയാൽ എന്തോ ഒരു അപകടം അതിൽ ഒളിഞ്ഞിരിക്കുന്നു എന്ന് തിരിച്ചറിയണം. മഗധയുടെ ആ സ്ഥാനത്തു നിന്നും ഏറ്റവും അകലത്തിൽ കിടക്കുന്ന പ്രദേശങ്ങൾ പിടിച്ചടക്കി അവിടുത്തെ ജനങ്ങളെ കൂടെ നിർത്തി മുന്നോട്ടു പോയാൽ വിജയിക്കാൻ എളുപ്പമാണ്. തലസ്ഥാനത്തു കേന്ദ്രീകരിച്ചിരിക്കുന്ന സൈന്യം ഇങ്ങേ അറ്റം വരെ എത്തുമ്പോഴേക്കും തൻ്റെ സൈന്യത്തിന് വളരെയധികം മുന്നോട്ടു പോകുവാനും ജനങ്ങളെ ഒപ്പം നിർത്തി ശക്തിയാർജിക്കാനും കഴിയും. അമ്മ കുഞ്ഞിനു നൽകിയ ഉപദേശത്തിൽ നിന്ന് തനിക്ക് ലഭിച്ച അമൂല്യമായ ഒരു പാഠമാണിത്. ശത്രുവിൻ്റെ ശക്തിയെ കുറച്ചു കണ്ടു. എതിരാളിയെക്കുറിച്ച് നാം ശരിക്കും പഠിച്ചിരിക്കണം. എതിരാളി തന്നേക്കാൾ ബുദ്ധി കുറവുള്ള ആളാണ്. തൻ്റെ നീക്കങ്ങൾ അയാൾ മനസ്സിലാക്കുന്നില്ല. അയാളേക്കാൾ എനിക്ക് ബുദ്ധിയുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ നാം ചിന്തിച്ചാൽ നാം പരാജയപ്പെടും. വിജയിക്കണമെന്നാഗ്രഹമുള്ളവർ എതിരാളി തന്നേക്കാൾ ബുദ്ധിയുള്ളവരും തൻ്റെ നീക്കങ്ങൾക്കെതിരെ മറുനീക്കങ്ങൾ നടത്തുവാൻ കഴിവുള്ള ആളാണ് എന്ന് വിലയിരുത്താൻ കഴിഞ്ഞാൽ മുന്നോട്ടു പോകുവാനും വിജയിക്കുവാനും നമുക്ക് സാധിക്കും. മിത്രലാഭം യുദ്ധത്തിൽ മാത്രമല്ല, ജീവിതത്തിൽ ഏതു രംഗത്ത് വിജയിക്കണം എങ്കിലും നമുക്ക് സഹായി ഉണ്ടായിരിക്കണം. എല്ലാ കാര്യങ്ങളും ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന് ഒറ്റയ്ക്ക് ചെയ്യാം എന്ന് കരുതുന്നത് വിഡ്ഢികളായിരിക്കും. ഒരാൾക്ക് കഴിയാത്ത കാര്യങ്ങൾ ചെയ്യുവാൻ ഒരു ഗ്രൂപ്പിന് സാധിക്കും. ഒരു ഗ്രൂപ്പിന് അതിൻ്റെ പരിമിതികൾ മറികടക്കുവാൻ മറ്റുള്ള ഗ്രൂപ്പുകളുടെ സഹായം തേടുവാനും കഴിയും. ധനനന്ദ മഹാരാജാവിനോട് യുദ്ധത്തിനിറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ശത്രു രാജാക്കന്മാർ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചറിഞ്ഞ് അവരുടെ സഹായം തേടേണ്ടതായിരുന്നു. അതുപോലെ തന്നെ മൗര്യവംശത്തോട് ആർക്കെങ്കിലും അമിതമായ കടപ്പാടുണ്ടോ എന്ന് അന്വേഷിച്ച് അവരുടെയും സഹായ സഹകരണങ്ങൾ തേടേണ്ടതായിരുന്നു. പരാജയ കാരണങ്ങൾ ഓരോന്നോരോന്നായി താളിയോലയിൽ കുറിച്ച ശേഷം ചാണക്യൻ എഴുന്നേറ്റ് ചന്ദ്രഗുപ്ത മൗര്യനും സൈന്യവും തമ്പടിച്ചിരിക്കുന്ന താവളത്തിലേക്ക് നടന്നു. പ്രിയമുള്ള പ്രേക്ഷകരെ, ചാണക്യൻ്റെ ഈ കണ്ടെത്തലുകൾ എക്കാലത്തും പ്രസക്തമായവയാണ്. ചൈനയിൽ മാവോ സേതുങ് നടത്തിയ ലോങ് മാർച്ച് ഒരു ഉദാഹരണമാണ്. ഗ്രാമങ്ങളെ കീഴടക്കിക്കൊണ്ട് ഗ്രാമങ്ങളിലെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് മാവോ സേതുങ് ലോങ് മാർച്ച് നടത്തിയതും അവസാനം ചൈനയുടെ തലസ്ഥാനത്തെത്തി കുമിൻതാങ് കക്ഷിയെ പരാജയപ്പെടുത്തി അധികാരം പിടിച്ചെടുത്തതും. ചാണക്യൻ തിയറിയുടെ ഒരു പ്രായോഗിക വിജയമാണിത്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് പല രാജ്യങ്ങളിലും കൂട്ടുകക്ഷി ഭരണം നടത്തുന്നത് ചാണക്യതന്ത്രത്തിൻ്റെ മിത്രലാഭം എന്ന തിയറിയുടെ പ്രായോഗികതയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. പഞ്ചതന്ത്രം കഥകളിലും മിത്രലാഭം എന്ന തന്ത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ചാണക്യൻ എന്ന വിഷ്ണുഗുപ്തനും വിഷ്ണു ശർമ്മയും ഒരേ ആൾ തന്നെയാണ് എന്ന് അഭിപ്രായപ്പെടുന്ന ചരിത്രകാരന്മാരുമുണ്ട്. പ്രവൃത്തികൾ ഒറ്റയ്ക്കു ചെയ്യാതെ ഗ്രൂപ്പിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ചെയ്യണമെന്ന് ആധുനിക കാലത്ത് ഒരു പ്രധാനപ്പെട്ട മാനേജ്മെൻറ്റ് സ്ട്രാറ്റജിയുമാണ്. ഏകാകിന തപോവാഭ്യം പഠനം ഗായനം ത്രിഭിഹ ചതുർഭിർ ഗമനം ക്ഷേത്രം പഞ്ചഭിർ ബഹുഭിർ രണഹ. തപസ് ഒരാൾക്കു തന്നെ ചെയ്യുവാൻ കഴിയും. പഠിക്കുന്നതിനായി 2 പേർ ഒന്നിച്ചിരുന്നാൽ അറിവ് വർദ്ധിക്കും. ഗാനാലാപനത്തിന് 3 പേർ ഒത്തുനിന്നാൽ ഗാനരംഗം ജീവസുറ്റതാകും. യാത്രയ്ക്ക് 4 പേരൊന്നിച്ചുണ്ടായാൽ സന്തോഷകരമായിരിക്കും. കൃഷി പുഷ്ടിപ്പെടണമെങ്കിൽ 5 പേരുണ്ടാകുന്നതാണ് നല്ലത്. എന്നാൽ യുദ്ധത്തിന് സൈന്യം രൂപീകരിക്കുമ്പോൾ വളരെയധികം ആളുകൾ ഉണ്ടാകുന്നതാണ് അഭികാമ്യം. കാര്യനിർവഹണം എപ്രകാരമായിരിക്കണമെന്ന് ചെറിയ കാര്യങ്ങളിലൂടെ സാധാരണ ജനത്തിനു മനസ്സിലാകത്തക്ക വിധത്തിൽ പ്രതിപാദിച്ചിരിക്കുകയാണ് ഗുരു ചാണക്യൻ. വ്യക്തികളുടെ കൂട്ടായ്മയിലൂടെ മാത്രമേ സാമൂഹ്യ പുരോഗതി സാധ്യമാകൂ എന്ന സന്ദേശമാണ് ഇവിടെ ഈ ശ്ലോകത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ജീവിതത്തിൽ ഒറ്റയ്ക്കും കൂട്ടായും പ്രവർത്തിക്കേണ്ട മണ്ഡലങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്കു ചെയ്യാൻ പറ്റുകയില്ല. എല്ലാ കാര്യങ്ങളും കൂട്ടായും ചെയ്യാൻ സാധിക്കുകയില്ല. ഓരോ കാര്യങ്ങൾക്കും അനുയോജ്യമായ നിലപാടാണ് സ്വീകരിക്കേണ്ടത്.
എങ്കിലും ഭൂരിപക്ഷം കാര്യങ്ങളിലും കൂട്ടായ പ്രവർത്തനമാണ് അഭികാമ്യം എന്നു കാണാം. എന്നാൽ ആത്മീയ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ തപസ് അനുഷ്ഠിക്കുക എന്നുള്ളത് ഒറ്റയ്ക്ക് ചെയ്യേണ്ട ഒന്നാണ്. വിജനമായ സ്ഥലത്തെ ഏകാന്തവാസമാണ് തപസ്സിന് അനുയോജ്യം. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമെടുത്താൽ ഒന്നിച്ചിരുന്ന് പഠിക്കുന്നത് അറിവ് വർദ്ധിപ്പിക്കും എന്നത് അംഗീകരിക്കപ്പെട്ട വസ്തുതയാണ്. പരസ്പരം സംശയ നിവാരണം നടത്തി പഠിക്കാൻ സാധിച്ചാൽ ആത്മവിശ്വാസം വർദ്ധിക്കും. പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ ഇന്നും കമ്പൈൻ സ്റ്റഡി വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കും. ഗാനാലാപനത്തിൻ്റെ കാര്യമെടുത്താലും ഒന്നിൽ കൂടുതൽ ആളുകൾ പാടുന്ന വേദി കൂടുതൽ ജീവസുറ്റതായി കാണാം. യാത്രാവേളകളിൽ ആരും ഏകാന്തത ഇഷ്ടപ്പെടുന്നില്ല. കാൽനടയായി ആളുകൾ യാത്ര ചെയ്തിരുന്ന കാലഘട്ടത്തിലാണ് ചാണക്യഗുരു തൻ്റെ ദർശനം എഴുതിവെച്ചത്. അന്ന് യാത്ര വേണ്ടി വരുമ്പോൾ ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ തലച്ചുമടായി കൊണ്ടുപോകേണ്ടിയിരുന്നു. ചെറിയ ദൂരമാണെങ്കിൽ പോലും പരസ്പരം സഹായിച്ചുകൊണ്ടുള്ള യാത്രയായിരുന്നു അന്നുണ്ടായിരുന്നത്. സൈനിക ശക്തിയുടെ പ്രധാന പിൻബലം മനുഷ്യൻ്റെ ശക്തിയും ബുദ്ധിയുമാണ്. അതിനാൽ സൈന്യം രൂപീകരിക്കുമ്പോൾ എണ്ണത്തിൽ കൂടുതലുണ്ടെങ്കിൽ ഉത്തമമാണ് എന്നാണ് ചാണക്യൻ വിവക്ഷിക്കുന്നത്. ഒറ്റയ്ക്കു ചെയ്യേണ്ടതും 2 പേർ മാത്രം ചേർന്ന് ചെയ്യേണ്ടതും ഗ്രൂപ്പായി അനേകം ആളുകൾ ചേർന്ന് ചെയ്യേണ്ടതുമായ അനേകം കാര്യങ്ങളുണ്ട്. ഇത് തിരിച്ചറിഞ്ഞ് പ്രായോഗിക തലത്തിൽ ഉപയോഗിക്കുമ്പോൾ മാത്രമേ വിജയം കരസ്ഥമാക്കാൻ കഴിയൂ. ചാണക്യൻ്റെ കഥയും ചാണക്യ നീതി ശ്ലോകങ്ങളും ഉൾക്കൊള്ളുമ്പോൾ വിവേചന ബുദ്ധി ഉപയോഗിച്ചില്ലെങ്കിൽ അപകടത്തിൽ ചെന്നു ചാടും എന്ന് ഒരു മുന്നറിയിപ്പ് കൂടി ഞങ്ങൾ നൽകുകയാണ്. ഉയർന്ന ആത്മവിശ്വാസത്തോടെയും സന്തോഷത്തോടെയും ചാണക്യൻ തൻ്റെ ക്യാമ്പിൽ തിരിച്ചെത്തി. എന്നാൽ ചന്ദ്രഗുപ്ത മൗര്യനും സൈന്യങ്ങളും പ്രതീക്ഷ നഷ്ടപ്പെട്ട നിലയിലായിരുന്നു. എനിക്ക് എൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും നഷ്ടപ്പെട്ടു, രാജ്യം നഷ്ടപ്പെട്ടു. എൻ്റെ ദുർഗതിക്ക് കാരണക്കാരായ ധനനന്ദനെ വധിച്ച് രാജ്യം തിരിച്ചു പിടിക്കുന്നതിനു വേണ്ടി അഹോരാത്രം പണിയെടുത്തു. സൈന്യത്തിലെ അംഗങ്ങൾ ഓരോ ദിവസവും കൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ഈ ദുർഗതി വരാൻ കാരണമെന്ത്? ഞാൻ എന്തു തെറ്റു ചെയ്തിട്ടാണ് ഈ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്? ചന്ദ്രഗുപ്ത മൗര്യൻ ചാണക്യനോട് ചോദിച്ചു. പത്രം നൈവ കരീരവിടബേ ദോഷോ വസന്തസ്യ കിം നോ ലൂഗോപ്യവാ ലോകദേ യദിദിവാ സൂരസ്യ കിം ദൂഷണം വർഷൈനൈവ പതന്തി ചാതകമുഖേ മേഘസ്യ കിം ഭൂഷണം യത്പൂർവം വിധിന ലലാടലിഖിതം തന്മാർജിതം ഖ ക്ഷമഃ. കണിക്കൊന്ന പുഷ്പിക്കാത്തത് വസന്തത്തിൻ്റെ കുറ്റം കൊണ്ടാണ്. പകൽ സമയത്ത് നത്തിനു കാഴ്ചയില്ലാത്തതിന് ഉത്തരവാദി സൂര്യനാണ്. വായ വിടർത്തി ആകാശത്തേക്ക് നോക്കിയിരിക്കുന്ന വേഴാമ്പലിൻ്റെ വായിൽ മഴത്തുള്ളി വീഴാത്തതിന് മേഘത്തെ കുറ്റം പറയാൻ കഴിയുമോ? വിധിയുടെ വിളയാട്ടമായ ഇങ്ങനെയുള്ള സത്യത്തെ മാറ്റിമറിക്കാൻ നമുക്ക് കഴിയില്ല. ഭൂമിയും വാനവും കീഴടക്കി എന്നഹങ്കരിക്കുന്ന മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥയെ ചൂണ്ടിക്കാണിക്കുകയാണ് ചില ഉദാഹരണങ്ങളിലൂടെ ഈ ശ്ലോകത്തിൽ. പ്രകൃതിയിൽ ദൈവം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഓരോ ജീവജാലങ്ങൾക്കും വൃക്ഷലതാദികൾക്കും അതിൻ്റേതായ ജീവിതചക്രവും ഈശ്വരൻ തന്നെ നിർണയിച്ചിട്ടുണ്ട്. അവ മാറ്റി നിർണയിക്കുവാൻ മനുഷ്യന് സാധ്യമല്ല. ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും മനുഷ്യൻ്റെ കഴിവുകൾക്ക് ദൈവം നിശ്ചയിച്ചു വച്ചിരിക്കുന്ന പരിമിതികൾ മറികടക്കുവാൻ അവന് സാധിക്കുകയില്ല. പ്രകൃതി ദുരന്തങ്ങളെയോ മരണത്തെയോ മറികടക്കുവാൻ എന്നെങ്കിലും മനുഷ്യന് സാധിക്കുമോ? ജീവിതത്തിൽ ചില ദുർഗതികളും പ്രതിസന്ധികളും ഉണ്ടാകുന്നത് ആരുടെയും കുറ്റം കൊണ്ടല്ലെന്നും അത് പ്രകൃതിയുടെ ആരോഹണ അവരോഹണ ക്രമത്തിലെ അനിവാര്യമായ താളത്തിൻ്റെ ഭാഗമായി സംഭവിക്കുന്നതാണെന്നും ചാണക്യൻ പറഞ്ഞു വയ്ക്കും. ചാണക്യൻ തൻ്റെ കണ്ടെത്തലുകൾ ചന്ദ്രഗുപ്തനെ പറഞ്ഞു മനസ്സിലാക്കും. അടിയന്തരമായി നമുക്ക് ശക്തനായ ഒരു മിത്രത്തെ ആവശ്യമുണ്ട്. അതിനു വേണ്ടുന്ന അന്വേഷണം നടത്തുന്നതിനു വേണ്ടി ചാണക്യൻ ചാരന്മാരെ നിയോഗിച്ചു. മലയദേശത്തെ രാജാവായ പർവ്വതകന് ധനനന്ദ മഹാരാജാവിനോട് നീരസമുണ്ട്. ചാണക്യൻ ചാരന്മാർ മുഖേന ഈ വിവരം അറിയുന്നു. മലയദേശം എന്ന് പറയുന്നത് ഇന്നത്തെ ഹിമാചൽ പ്രദേശ് ആണെന്നാണ് ചില ചരിത്രകാരന്മാരുടെ അഭിപ്രായം. ധനനന്ദ മഹാരാജാവിനെ തോൽപ്പിക്കുന്നതിനു വേണ്ടി പർവ്വതക രാജാവിൻ്റെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു ദൂതൻ വശം കത്ത് കൊടുത്തയച്ചു. കത്ത് വായിച്ചു പർവ്വതക രാജാവ് ചാണക്യനുമായി നേരിട്ട് സംസാരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. പർവ്വതക രാജന്റെ ക്ഷണപ്രകാരം ചാണക്യൻ പർവ്വതക രാജസന്നിധിയിൽ എത്തുന്നു.
ചാണക്യനെക്കുറിച്ച് വിശദമായി പർവ്വതക രാജാവ് അന്വേഷിച്ചറിഞ്ഞു. മലയ രാജാവ് വളരെ സന്തോഷപുരസ്സരം ചാണക്യനെ സ്വീകരിച്ചു. ചാണക്യനുമായി നടത്തിയ ചർച്ചയിൽ പർവ്വതക രാജാവ് ചാണക്യനോട് 2 കാര്യത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ടു. 1. ധനനന്ദനെ തോൽപ്പിക്കാൻ എന്തൊക്കെ പദ്ധതികളാണ് ചാണക്യൻ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. 2. ധനനന്ദ മഹാരാജാവിനെ തോൽപ്പിക്കുവാൻ മലയദേശത്തെ രാജാവായ ഞാൻ സഹായിക്കും. എങ്കിൽ പകരം എന്തുപകാരമാണ് പർവ്വതക രാജാവായി എനിക്ക് ചെയ്തു തരുന്നത്? പർവ്വതക രാജാവിൽ നിന്നും ഈ ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് ബുദ്ധിമാനായ ചാണക്യൻ നേരത്തെ കണക്കുകൂട്ടിയിരുന്നു. അതുകൊണ്ട് യാതൊരു സംശയവും കൂടാതെ ചാണക്യൻ ഉടൻ തന്നെ മലയ രാജാവിന് ഇപ്രകാരം മറുപടി കൊടുത്തു. ചന്ദ്രഗുപ്തന്റെ നേതൃത്വത്തിൽ സൈന്യം ഏറ്റവും തെക്കേ അറ്റത്തുനിന്ന് ആക്രമണം തുടങ്ങി. സൈന്യം ഏറ്റവും തെക്കേ അറ്റത്തുനിന്ന് ആക്രമണം തുടങ്ങിയാൽ ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കും. ഓരോ ഗ്രാമങ്ങളും പിടിച്ചടക്കി അവിടുത്തെ ജനങ്ങളെ പങ്കുചേർത്തുകൊണ്ട് അടുത്ത ഗ്രാമത്തിലേക്ക് കടക്കും. അങ്ങനെ വളരെ വേഗം ഓരോ പ്രദേശങ്ങളായി കീഴടക്കിക്കൊണ്ട് മഗധയിൽ ധനനന്ദ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിന് സമീപം എത്തിച്ചേരും. അവിടെ എത്തുമ്പോൾ ഏകദേശം 100,000-ലധികം ജനങ്ങളും ആയുധധാരികളായ സൈനികരും തങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ചന്ദ്രഗുപ്ത മൗര്യന്റെ നേതൃത്വത്തിൽ ഇവർ കൊട്ടാരം വളയും. ചന്ദ്രഗുപ്ത മൗര്യന്റെ നേതൃത്വത്തിൽ തെക്കേ അറ്റത്തെ ഗ്രാമത്തിൽ നിന്ന് ആക്രമണം തുടങ്ങുന്ന സമയത്തു തന്നെ വടക്കേ അറ്റത്തു നിന്നും മലയ രാജാവിൻ്റെ സൈന്യം മഗധയെ ലക്ഷ്യമാക്കി ആക്രമണം അഴിച്ചുവിടണം. അങ്ങനെ തെക്കേ അറ്റത്തു നിന്നും വടക്കേ അറ്റത്തു നിന്നും ഒരേ സമയം ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ട് മഗധയുടെ തലസ്ഥാനത്തെത്തിച്ചേരും. എന്നിട്ട് അവിടെ വച്ച് ചന്ദ്രഗുപ്ത മൗര്യന്റെ സൈന്യവും പർവ്വതക രാജാവിൻ്റെ സൈന്യവും ഒരുമിച്ച് കൊട്ടാരം കീഴടക്കും. ഇതാണ് എൻ്റെ പദ്ധതികൾ. ചാണക്യൻ തൻ്റെ പദ്ധതികൾ വിശദീകരിച്ചു. ചാണക്യൻ്റെ പദ്ധതി കേട്ടപ്പോൾ പർവ്വതക രാജാവ് വളരെ സന്തോഷമായി. കൊള്ളാം, ഇത് പൂർണ്ണമായും വിജയിക്കും എന്നുറപ്പുള്ള പദ്ധതിയാണ്. നാം ഒരുമിച്ചു മഗധ കീഴടക്കും. ശരി, ഞാൻ സമ്മതിച്ചു. ഇനി 2ാമത്തെ കാര്യത്തിന് എന്താണ് തീരുമാനം? മഗധ കീഴടക്കിക്കഴിഞ്ഞാൽ ആരു രാജാവാകും? പർവ്വതക രാജാവായ എനിക്കാണോ അതോ ചന്ദ്രഗുപ്ത മൗര്യനാണോ മഗധയുടെ അധികാരി? ആരായിരിക്കും? പർവ്വതക രാജാവ് ചോദിച്ചു. മഗധ കീഴടക്കി ധനനന്ദ മഹാരാജാവിനെ വധിച്ചു കഴിഞ്ഞാൽ പിന്നീട് രാജ്യം 2ആയി വിഭജിക്കും. അർദ്ധരാജ്യം ചന്ദ്രഗുപ്ത മൗര്യനും ബാക്കി പകുതി പർവ്വതക രാജാവിനും ലഭിക്കും. ഉറച്ച സ്വരത്തിൽ ചാണക്യൻ മറുപടി പറഞ്ഞു. പരസ്പരം സഹായിക്കാനുള്ള ധാരണാപത്രത്തിൽ മലയ രാജാവായ പർവ്വതകനുമായി ചാണക്യൻ ഒപ്പുവെച്ചു. അതിനുശേഷം വളരെ സന്തോഷത്തോടെ ചന്ദ്രഗുപ്ത മൗര്യനും സൈന്യവും തമ്പടിച്ചിരിക്കുന്ന ക്യാമ്പിൽ മടങ്ങിയെത്തി. ചാണക്യന്റെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യനും ഒരു ഉന്മേഷം തോന്നി. അദ്ദേഹം ചോദിച്ചു, അങ്ങ് പോയ കാര്യങ്ങളെല്ലാം വിജയിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ മുഖത്തു നിന്നും അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചാണക്യൻ പറഞ്ഞു, ശരിയാണ്. പർവ്വതക രാജാവുമായി ഞാനൊരു യുദ്ധ സഹകരണ കരാർ ഒപ്പുവെച്ചു. എന്നിട്ട് ചന്ദ്രഗുപ്ത മൗര്യനോട് കരാറിലെ വ്യവസ്ഥകൾ വിശദീകരിച്ചു. കരാറിലെ വ്യവസ്ഥകൾ കേട്ടപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യന്റെ മുഖം കറുത്തിരുണ്ടു. ഗുരു, നമ്മൾ വിജയിക്കുകയാണെങ്കിൽ രാജ്യം 2ആയി വിഭജിച്ച് പകുതി രാജ്യം പർവ്വതക രാജാവിന് നൽകാനോ? അത് ശരിയായ നടപടിയാണോ? രാജ്യം വിഭജിക്കുന്നത് ശരിയാണോ? എല്ലാം അറിയുന്ന അങ്ങ് എന്തുകൊണ്ടിങ്ങനെ ചെയ്തു? ഒരു അഖണ്ഡ ഭാരതം അങ്ങയുടെ ലക്ഷ്യമായിരുന്നല്ലോ. ധനനന്ദ മഹാരാജാവിനെ തോൽപ്പിച്ച് നാം പിടിച്ചടക്കുന്ന മഗധ പോലും 2ആയി വിഭജിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലക്ഷ്യം എങ്ങനെ സാധിക്കും? എങ്ങനെയാണ് നമ്മളൊരു അഖണ്ഡ ഭാരതം സൃഷ്ടിക്കുന്നത്? ചന്ദ്രഗുപ്ത മൗര്യൻ തന്റെ മനസ്സിൽ തോന്നിയ സംശയങ്ങളെല്ലാം ചാണക്യനോട് ചോദിച്ചു. ധാനാർത്ഥിനോ മധുകര യതി കർണതാലയർ ദൂരീകൃത കരിവരേണ മാതാന്തബുദ്ധ്യ തസ്വൈവ ഗണ്ഡയുഗമണ്ഡന ഹാനിരശോ ഭൃംഗാ പുനർവികച്ച പത്മവനേ വസന്തി. മദപ്പാടിൽ നിൽക്കുന്ന ആനയുടെ മുഖത്ത് മദജലം നുകരാനായി വണ്ടുകൾ കൂട്ടത്തോടെ എത്തുന്നു. തന്റെ മുഖത്ത് വന്നിരിക്കുന്ന വണ്ടുകളെ തന്റെ വിസ്താരമേറിയ ചെവികൾ ഉപയോഗിച്ച് ആട്ടിയോടിക്കുകയാണ് ആന ചെയ്യുന്നത്. വണ്ടുകൾ വന്നിരിക്കുന്നത് മൂലം തനിക്ക് യാതൊരു നഷ്ടവും ഉണ്ടാകുന്നില്ല എങ്കിലും അതേപ്പറ്റി ഒന്നും ചിന്തിക്കാതെയാണ് ആന വണ്ടുകളെ ഓടിക്കുന്നത്. വണ്ടുകളാകട്ടെ മദജലത്തേക്കാൾ ആസ്വാദ്യകരമായ തേൻ നുകരുന്നതിനായി താമരക്കൂട്ടങ്ങളിലേക്ക് പോകുന്നു. നഷ്ടം സംഭവിച്ചത് ആനയ്ക്കു തന്നെ. മനുഷ്യന്റെ പ്രായോഗിക ജീവിതത്തിലും ഇപ്രകാരം സംഭവിക്കാറുണ്ട്. അല്പം ത്യാഗം സഹിച്ചാൽ
തനിക്ക് നേടാവുന്നവയെ അസഹിഷ്ണുത മൂലം തട്ടിമാറ്റുവാൻ ശ്രമിക്കുന്ന ധാരാളം പേരെ നമുക്കിടയിൽ കാണാം. വണ്ടുകൾ വന്നിരിക്കുമ്പോൾ ആനയ്ക്കുണ്ടാകുന്ന അസ്വസ്ഥത പോലെ മനുഷ്യനിലും ഇത്തരം അസ്വസ്ഥതകൾ ഉണ്ടാകാം. എന്നാൽ തൻ്റെ ബുദ്ധിയും വിവേകവും ഉപയോഗിച്ച് തനിക്ക് വന്നുചേരുന്ന സൗഭാഗ്യങ്ങളെ തിരിച്ചറിയാനും അല്പം ത്യാഗം സഹിച്ചാണെങ്കിൽ പോലും അത് നേടിയെടുക്കാനുമാണ് ബുദ്ധിമാന്മാർ ശ്രമിക്കേണ്ടത്. മഗധ കീഴടക്കാനും ധനനന്ദ മഹാരാജാവിനെ വധിക്കുന്നതിനുമുള്ള അവസരം കൈവന്നിരിക്കുകയാണ്. അതും ഇതുമൊക്കെ ആലോചിച്ച് മുന്നിൽ വന്ന സുവർണാവസരം പാഴാക്കുന്നത് വിഡ്ഢിത്തരമായിരിക്കുമെന്ന് ചന്ദ്രഗുപ്ത മൗര്യനെ പറഞ്ഞു മനസ്സിലാക്കുന്നതാണ് സന്ദർഭം. ചാണക്യൻ ഇത്രയൊക്കെ വിശദീകരിച്ചിട്ടും ചന്ദ്രഗുപ്ത മൗര്യന് പൂർണ്ണ സംതൃപ്തി വന്നില്ല. ആയതിനാൽ ചാണക്യൻ അർത്ഥശാസ്ത്രത്തിലെ ചില നിയമങ്ങൾ വിശദീകരിച്ചു. നമ്മൾക്കിപ്പോൾ രാജ്യമില്ല, സുരക്ഷിതമായി താമസിക്കാൻ ഒരിഞ്ച് ഭൂമി പോലുമില്ല. ഭിക്ഷക്കാരെപ്പോലെ അലഞ്ഞു തിരിയുന്ന നമ്മൾക്ക് ആദ്യം വേണ്ടത് കാൽ ചവിട്ടി നിൽക്കാൻ അല്പം ഭൂമിയാണ്. പകുതി രാജ്യമെങ്കിൽ പകുതി രാജ്യം. പാണ്ഡവന്മാർക്കു വേണ്ടി ദൂതിനു പോയ ശ്രീകൃഷ്ണൻ കൗരവരോട് എന്താണ് ചോദിച്ചത്? അർദ്ധരാജ്യം തന്നില്ലെങ്കിൽ 5 ഗ്രാമങ്ങളെങ്കിലും വിട്ടുതരണം എന്നല്ലേ അഭ്യർത്ഥിച്ചത്? ചില സമയങ്ങളിൽ ചില വിട്ടുവീഴ്ചകൾ വേണ്ടിവരും. ഒന്നും കിട്ടാത്തതിനേക്കാൾ ഭേദമല്ലേ എന്തെങ്കിലും കിട്ടുക എന്നത്? നമ്മൾ തമ്പടിച്ചിരിക്കുന്ന അതിർത്തി പ്രദേശത്തിന് സമീപമുള്ള ഗ്രാമത്തിൽ നിന്നു തന്നെ നമ്മൾക്ക് തുടക്കം കുറിക്കാം. ആദ്യമായി ഗ്രാമവാസികളെ ധനനന്ദ മഹാരാജാവിനെതിരായി ചിന്തിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം. ധനനന്ദ മഹാരാജാവിൻ്റെ മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും അഴിമതിയും ദുർഭരണവും ഗ്രാമവാസികൾക്ക് തുറന്നു കാട്ടിക്കൊടുക്കണം. സംഭവങ്ങൾ അല്പം പെരുപ്പിച്ചും അത്യാവശ്യം കള്ളങ്ങൾ ചേർത്തും കഥകളാക്കി പ്രചരിപ്പിക്കണം. അതിനുവേണ്ടി തിരഞ്ഞെടുത്ത ഏതാനും ആളുകളെ നിയമിക്കണം. ചാണക്യന്റെ നിർദ്ദേശപ്രകാരം ചന്ദ്രഗുപ്ത മൗര്യൻ തന്റെ സൈന്യത്തിൽ വിദഗ്ധരായ ഏതാനും ആളുകളെ തിരഞ്ഞെടുത്ത് അവർക്ക് പരിശീലനം നൽകി അവരെ ഗ്രാമവാസികൾക്കിടയിൽ പ്രവർത്തിച്ച് നന്ദമഹാരാജാവിനെതിരെയുള്ള വികാരങ്ങൾ വളർത്തുവാൻ തക്കതായ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും പഠിപ്പിച്ചു. തങ്ങളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ അമാത്യാരാക്ഷസൻ ചാരന്മാരെ നിയോഗിക്കാൻ എല്ലാ സാധ്യതകളുമുണ്ട്. അതിനാൽ ദൗത്യം ഏറ്റെടുക്കുന്നവർ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം എന്ന് ചാണക്യൻ ഉപദേശിച്ചു. ദൃഷ്ടിപൂതം ന്യസ്യേൽപാദം വസ്ത്രപൂതം പിബേജ്ജലം ശാസ്ത്രപൂതം വദേദ്വാക്യം മനഃപൂതം സമാചരേൽ. ഓരോ കാലെടുത്ത് വയ്ക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കണം. ഓരോ തവണ വെള്ളം കുടിക്കുമ്പോഴും തുണി കൊണ്ട് മൂടണം. എന്തെങ്കിലും പറയുമ്പോൾ അത് ശാസ്ത്രദൃഷ്ട്യാ ആയിരിക്കണം. ഓരോ കർമാചരണവും അതീവ ശ്രദ്ധയോടെ വേണം. അലസമായ ഒരു ജീവിതചര്യ മനുഷ്യനെ നാശത്തിലേക്ക് മാത്രമേ നയിക്കുകയുള്ളൂ എന്ന സന്ദേശമാണ് ചാണക്യൻ ഈ ശ്ലോകത്തിലൂടെ നൽകുന്നത്. നമ്മുടെ ഓരോ പ്രവൃത്തികളും അതീവ സൂക്ഷ്മതയോടും കൃത്യതയോടും ആയിരിക്കണമെന്ന് അദ്ദേഹം വിവക്ഷിക്കുന്നു. ജീവിതത്തിൽ കർശനമായ അച്ചടക്കം ശീലിച്ചെങ്കിൽ മാത്രമേ ഇത് സാധ്യമാകുകയുള്ളൂ. ചെറിയ ഒരു അശ്രദ്ധ പോലും വലിയ അബദ്ധങ്ങൾക്ക് വഴിതെളിക്കും. ആയതിനാൽ എപ്പോഴും വളരെ ജാഗ്രതയോടെ വേണം പ്രവൃത്തി ചെയ്യാൻ എന്ന് ചാണക്യൻ മുന്നറിയിപ്പ് നൽകുകയാണ്. കുടിക്കുന്ന ജലവും കഴിക്കുന്ന ഭക്ഷണവും മലിനമാകാതെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ആരോഗ്യത്തെ ബാധിക്കും. ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ ആ വിഷയത്തെപ്പറ്റി നല്ല അറിവുണ്ടെങ്കിൽ മാത്രമേ പൊതുവേദിയിൽ സംസാരിക്കാവൂ. അല്ലെങ്കിൽ നാം മറ്റുള്ളവരുടെ മുൻപിൽ അപഹാസ്യരാകും. അറിവിനനുസരിച്ച് പറയുകയും വാസനകൾക്കനുസരിച്ച് ചിന്തിക്കുകയും ആചാരങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവനുമാണ് മനുഷ്യൻ. നമ്മുടെ കർമാചരണങ്ങൾ അലസമായി നടത്തേണ്ട ഒന്നല്ല. അതീവ ശ്രദ്ധയും താൽപ്പര്യവും സൂക്ഷ്മതയും അതിനാവശ്യമാണ്. ചുരുക്കത്തിൽ നല്ല അച്ചടക്കത്തോടെയുള്ള ഒരു ജീവിതചര്യ നാം വളർത്തിയെടുത്തെങ്കിൽ മാത്രമേ ജീവിത വിജയം സാധ്യമാകൂ. ചന്ദ്രഗുപ്ത മൗര്യൻ നിയോഗിച്ച ചാരന്മാരും സൈനിക ഉദ്യോഗസ്ഥരും ഗ്രാമവാസികൾക്കിടയിൽ ധനനന്ദ മഹാരാജാവിന്റെ ദുർഭരണത്തിനെതിരെയും മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും അഴിമതിക്കെതിരെയും പ്രചരണങ്ങൾ നടത്തി. ഗ്രാമവാസികൾ ധനനന്ദ മഹാരാജാവിനെതിരെ ചിന്തിച്ചു തുടങ്ങി. ഗ്രാമവാസികൾക്കിടയിൽ തങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾ വിജയകരമായി തീരുന്നത് ചാരന്മാരിൽ നിന്നും ചാണക്യൻ മനസ്സിലാക്കുന്നു. ഗ്രാമവാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഗ്രാമം പിടിച്ചെടുത്തുകൊണ്ട് ഗ്രാമവാസികളിൽ യുദ്ധതൽപരരായവരെയും സൈനികരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്ത ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുവാൻ സമയമായി എന്ന് ചാണക്യൻ കണക്കുകൂട്ടി. പർവ്വതക മഹാരാജനുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം തങ്ങൾ തെക്കേ അറ്റത്തു നിന്നും യുദ്ധം ആരംഭിക്കുകയാണ് എന്നും വടക്കേ അറ്റത്തേക്ക് പർവ്വതക മഹാരാജാവിന്റെ സൈന്യം പ്രവേശിക്കണമെന്നും ചാണക്യൻ ദൂതന്മാർ വഴി മലയ രാജാവായ പർവ്വതകനെ അറിയിക്കുന്നു.
തങ്ങളുടെ സൈന്യം വടക്കുഭാഗത്തു നിന്നും ആക്രമണം ആരംഭിക്കുകയാണ് എന്ന് മറുപടി പർവ്വതകരാജൻ ചാണക്യന് കൊടുത്തയച്ചു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മലയരാജാവിന്റെ സൈന്യം മഗധയുടെ വടക്കേ ഗ്രാമത്തിലേക്ക് പ്രവേശിച്ച വിവരം ചാരന്മാർ മുഖേന ചാണക്യൻ അറിഞ്ഞു. തെക്കേയറ്റത്തെ ഗ്രാമം പിടിച്ചടക്കുവാൻ ചാണക്യൻ ചന്ദ്രഗുപ്ത മൗര്യന് നിർദ്ദേശം നൽകി. യുദ്ധം ആരംഭിക്കുന്നതിനു മുമ്പായി ചന്ദ്രഗുപ്ത മൗര്യൻ വീണ്ടും ചാണക്യനോട് പഴയ ചോദ്യം ആവർത്തിച്ചു. യുദ്ധത്തിൽ നമ്മൾ വിജയിക്കുകയാണെങ്കിൽ രാജ്യം വിഭജിച്ച് പകുതി രാജ്യം പർവ്വതക രാജാവിന് നൽകണമോ? അർത്ഥനാശം, മനസ്താപം, ഗൃഹേ ദുച്ഛരിതാനി ച വഞ്ചനം ച അപമാനം ച മതിമാന്ന പകാശയേൽ. ബുദ്ധിയും വിവേകവുമുള്ളവൻ ചില കാര്യങ്ങൾ രഹസ്യമാക്കി വയ്ക്കണം. സാമ്പത്തിക നഷ്ടം, സ്വന്തം ദുഃഖദുരിതങ്ങൾ, കുടുംബവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അപവാദങ്ങൾ, വഞ്ചിക്കപ്പെട്ട കാര്യം എന്നിവയാണവ. ഓരോരുത്തരുടെയും ജീവിതം സുതാര്യമായിരിക്കണമെന്ന് നാം പറയാറുണ്ടെങ്കിലും ജീവിത വിജയത്തിന് ചില കാര്യങ്ങളെങ്കിലും ഗോപ്യമായി വെക്കേണ്ടത് അത്യാവശ്യമാണ്. ജീവിതത്തിൻ്റെ ഏതു മേഖലയിൽ പ്രവർത്തിക്കുന്നവനും സാമ്പത്തിക നഷ്ടം, ദുഃഖദുരിതങ്ങൾ, അപവാദങ്ങൾ, വഞ്ചന തുടങ്ങിയവയൊക്കെ നേരിടേണ്ടി വരും. ഇത് ജീവിത നിയമമാണ്. ഇങ്ങനെയുള്ള അവസ്ഥകളിൽ ചെന്ന് ചാടുമ്പോൾ സമചിത്തത കൈവെടിയാതെ ഈശ്വരനിൽ ആശ്രയിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത്. നമുക്കുണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങളെ മറ്റാരുമറിയാതെ രഹസ്യമായി സൂക്ഷിക്കുവാനാണ് ബുദ്ധിമാനായ ഒരാൾ ശ്രമിക്കുക. കാരണം നമ്മുടെ ബലഹീനതകൾ മനസ്സിലാക്കുന്ന ശത്രുവിന് നമ്മെ ആക്രമിക്കുവാനുള്ള ഒരു വഴി കൂടി തുറന്നു കിട്ടുകയാണ് ഇത്തരം കാര്യങ്ങൾ അറിയുക വഴി സാധ്യതമാകുന്നത്. യുദ്ധം കഴിഞ്ഞ് എന്ത് സംഭവിക്കാം എന്ന കാര്യത്തിൽ ഇപ്പോൾ ആശങ്ക വേണ്ടെന്നും അത് രഹസ്യമായിരിക്കട്ടെ എന്നും ചാണക്യൻ സൂചിപ്പിക്കുകയാണ്. ചില യുദ്ധതന്ത്രങ്ങൾ ചന്ദ്രഗുപ്ത മൗര്യനിൽ നിന്ന് പോലും മറച്ചുവെക്കുകയാണ് ചാണക്യൻ. ചാണക്യന്റെ ജനനം മുതൽ മരണം വരെയുള്ള സംഭവ ബഹുലമായ ജീവചരിത്രം ചാണക്യൻ എന്ന പേരിൽ ഡിസി ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ടി നസീർ ഖാൻ സാഹിബ് ആണ് വളരെയധികം ഗവേഷണങ്ങൾ നടത്തി ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. ഡിസി ബുക്സിന്റെ എല്ലാ ശാഖകളിലും പുസ്തകം ലഭ്യമാണ്. പുസ്തകം ഡിസി ബുക്സിൽ പോയി വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർ ഈ പ്രോഗ്രാമിന്റെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ച് ഓൺലൈൻ ആയി വാങ്ങാവുന്നതാണ്. മലയദേശത്തെ രാജാവായി പർവ്വതകനുമായി ചാണക്യൻ ഒരു യുദ്ധ സഹകരണ കരാർ ഒപ്പുവെക്കുന്നു. കരാർ പ്രകാരം ചന്ദ്രഗുപ്തന്റെ നേതൃത്വത്തിലുള്ള സൈന്യം മഗധയുടെ തെക്കേ അറ്റത്തുനിന്നുള്ള ഗ്രാമത്തിൽ നിന്നും ആക്രമണം തുടങ്ങും. അതേ സമയത്തു തന്നെ മലയരാജാവായ പർവ്വതകന്റെ സൈന്യം മഗധയുടെ വടക്കേ അറ്റത്തുനിന്നും ആക്രമിച്ചു തുടങ്ങും. രണ്ടു സൈന്യവും ഒരുമിച്ച് മഗധ പിടിച്ചടക്കും. മഗധ പിടിച്ചടക്കി ധനനന്ദ മഹാരാജാവിനെ വധിച്ച ശേഷം മഗധ രണ്ടായി വിഭജിക്കുകയും ഒരു ഭാഗം ചന്ദ്രഗുപ്ത മൗര്യന് നൽകുകയും മറുഭാഗം പർവ്വതകന് നൽകുകയും ചെയ്യുമെന്ന് ചാണക്യനും മലയ രാജാവായ പർവ്വതകനും തമ്മിൽ കരാറിൽ വ്യവസ്ഥ ചെയ്യുന്നു. എന്നാൽ കരാർ പ്രകാരം മഗധ രണ്ടായി വിഭജിക്കുന്നതിൽ ചന്ദ്രഗുപ്ത മൗര്യന് തൃപ്തിയില്ലായിരുന്നു. ഇതേക്കുറിച്ച് ചന്ദ്രഗുപ്ത മൗര്യൻ പല പ്രാവശ്യവും ചാണക്യനോട് വിയോജിപ്പ് രേഖപ്പെടുത്തി. എന്നാൽ ചാണക്യൻ അർത്ഥശാസ്ത്രത്തിലും നീതിശാസ്ത്രത്തിലും പറയുന്ന തന്ത്രങ്ങളും പുരാണകഥകളും ചൂണ്ടിക്കാണിച്ച് ചന്ദ്രഗുപ്ത മൗര്യനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. പർവ്വതക മഹാരാജാവും ചാണക്യനുമായി ഉണ്ടാക്കിയ കരാർ അനുസരിച്ച് ചന്ദ്രഗുപ്ത മൗര്യന്റെ സൈന്യം മഗധയുടെ തെക്കേ അറ്റത്തുനിന്നുള്ള ആദ്യത്തെ ഗ്രാമത്തിൽ പ്രവേശിച്ചു. ഗ്രാമത്തിൽ ചന്ദ്രഗുപ്ത മൗര്യനും സൈന്യവും പ്രവേശിച്ച ഉടൻ തന്നെ അവിടുത്തെ ജനങ്ങളെ തങ്ങളുടെ കൂടെ അണിനിരക്കാൻ ചാണക്യൻ ആഹ്വാനം ചെയ്തു. മഗധയിൽ സൽഭരണം നടത്തിയിരുന്ന സിദ്ധാർത്ഥസിദ്ധി മൗര്യന്റെ മകനാണ് ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന രഹസ്യം ആദ്യത്തെ ഗ്രാമത്തിൽ പ്രവേശിച്ച ഉടൻ തന്നെ ചാണക്യൻ പരസ്യമാക്കി. യാതൊരു ചെറുത്തുനിൽപ്പും കൂടാതെ ഗ്രാമത്തലവനും ഗ്രാമവാസികളും ചന്ദ്രഗുപ്ത മൗര്യന് കീഴടങ്ങി. ധനനന്ദ മഹാരാജാവിന്റെ ദുർഭരണത്തിനെതിരെ പോരാടേണ്ടത് ഓരോ പൗരന്റെയും കടമയാണെന്നും അതിനാൽ തങ്ങളുടെ സൈന്യത്തോടൊപ്പം അണിചേരുവാൻ ചന്ദ്രഗുപ്ത മൗര്യൻ ഗ്രാമവാസികളെ ആഹ്വാനം ചെയ്തു. ആരോഗ്യമുള്ള കുറേയധികം ചെറുപ്പക്കാർ സൈന്യത്തിൽ ചേർന്നു. അവരുമായി ചന്ദ്രഗുപ്ത മൗര്യൻ അടുത്ത ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ ഓരോ ഗ്രാമങ്ങളും പിടിച്ചടക്കി അവിടെയുള്ള ചെറുപ്പക്കാരെ സൈന്യത്തിൽ ചേർത്തുകൊണ്ടും അവർ മുന്നേറിക്കൊണ്ടിരുന്നു, ഓരോ ഗ്രാമങ്ങളും കീഴടക്കിക്കൊണ്ട്. സൈന്യത്തിന് ഭക്ഷണത്തിനും പുതിയ ആയുധങ്ങളുണ്ടാക്കുന്നതിനും സമ്പത്ത് ആവശ്യമായി വന്നു. ഗ്രാമങ്ങളിലെ പൂഴ്ത്തിവെപ്പുകാരുടെയും കൊള്ളപ്പലിശക്കാരുടെയും ഭക്ഷ്യവസ്തുക്കളും സമ്പത്തും പിടിച്ചെടുക്കുവാൻ ചാണക്യൻ ഉത്തരവും നൽകി. ആവശ്യത്തിനുപയോഗിക്കാനുള്ളതാണ് സമ്പത്ത്, അത് ജന്മിമാരുടെ നിലവറകളിൽ സൂക്ഷിക്കാനുള്ളതല്ല എന്ന് ചാണക്യൻ പ്രഖ്യാപിച്ചു. വിത്വം ദേഹി ഗുണാന്യുദേഷു
മതിമന്യാന്യത്ര ദേഹി കൊജിൽ പ്രാപ്തം വാരി നിതേർജലം ഘനമുഖേ മാധുര്യയുക്തം സദാ ജീവാൽ സ്ഥാവര ജംഗമച്ഛ സകലാൻ സംജീവ്യ ഭൂമണ്ഡലം ഭൂയപശ്യ തദേവ കോടിഗുണിതം ഗച്ഛന്തമംഭോനിധിം. ജഗന്നിയന്താവായ സർവേശ്വര, ആർക്കെങ്കിലും സമ്പത്ത് നൽകുന്നെങ്കിൽ അത് ധർമ്മമാർഗത്തിൽ ചരിക്കുന്ന സജ്ജനങ്ങൾക്കു നൽകിയാലും. ഉപ്പുരസമുള്ള അളവറ്റ സമുദ്രജലം ആർക്കും ഉപകാരപ്പെടുന്നില്ല. എന്നാൽ അത് നീരാവിയായി മേഘങ്ങളിലെത്തി ശുദ്ധീകരിക്കപ്പെട്ട് മഴവെള്ളമായി മാറുമ്പോൾ ഭൂമുഖത്തുള്ള സകല ജീവജാലങ്ങൾക്കും പ്രയോജനപ്പെടുന്നു. മാത്രമല്ല, ബാക്കി വരുന്ന ജലം ഒട്ടും നഷ്ടപ്പെടാതെ സമുദ്രത്തിലേക്കു തന്നെ ചെന്നു ചേരുകയും ചെയ്യുന്നു. സമ്പത്തിന്റെ വിനിയോഗത്തെ സൂചിപ്പിക്കുന്ന ഒരു ശ്ലോകമാണ് ഒരു നല്ല ഉദാഹരണ സഹിതം ചാണക്യൻ ഇവിടെ കുറിക്കുന്നത്. ഭൂമിയിൽ ആർക്കെങ്കിലും സമ്പത്തു നൽകുന്നെങ്കിൽ അത് ധർമ്മമാർഗത്തിൽ ചരിക്കുന്നവർക്ക് മാത്രമേ നൽകാവൂ എന്നാണ് അദ്ദേഹം സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നത്. കാരണം അങ്ങനെയുള്ളവർക്കു മാത്രമേ ലഭ്യമായിട്ടുള്ള സമ്പത്ത് ന്യായവും ഉചിതവുമായ രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഭൂമിയിൽ എല്ലാവർക്കും തുല്യമായി ലഭിക്കത്തക്ക വിധം വായുവും മഴയും വെയിലും ചൂടും തണുപ്പും എല്ലാം ക്രമീകരിച്ചിരിക്കുന്ന ദൈവം താൻ നൽകുന്ന സമ്പത്തും അപ്രകാരം തന്നെ എല്ലാവർക്കും ലഭിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനുള്ള ദൈവത്തിന്റെ ഉപകരണങ്ങൾ മാത്രമാണ് സമ്പത്ത് ലഭിക്കുന്നവർ. ആ ചുമതല അവൻ നിർവഹിക്കണമെങ്കിൽ ഈശ്വരനെ അറിഞ്ഞ് ധർമ്മമാർഗത്തിൽ ചരിക്കുന്നവനാകണം. ആർക്കും ഉപകാരപ്പെടാത്ത നിലയിൽ കെട്ടിക്കിടക്കുന്ന സമുദ്രജലം നീരാവിയായി മേൽപോട്ടുയർന്ന് മഴയായി താഴെയെത്തുമ്പോൾ ഭൂതലവാസികൾക്കാകെ ഉപകാരപ്പെടുന്നതുപോലെ ധനവാന്റെ കയ്യിൽ കുമിഞ്ഞുകൂടിയിരിക്കുന്ന സമ്പത്ത് ധർമാനുഷ്ഠാനമെന്ന നീരാവിയായി മേലോട്ടുയർന്ന് ദാനധർമ്മങ്ങളാകുന്ന മഴയായി പെയ്തിറങ്ങുമ്പോൾ അനേകായിരങ്ങൾക്ക് ആശ്വാസവും സന്തോഷവും സംപ്രേപ്യമാകുന്നു. അങ്ങനെ സമൂഹമാകെ സന്തോഷവും സംതൃപ്തിയും അനുഭവിക്കുന്നു. ഒഴുകിപ്പോകുന്ന മിച്ചമുള്ള ജലം സമുദ്രത്തിലെത്തിച്ചേരുന്നതുപോലെ സമൂഹത്തിനാകെ ഗുണം കൈവരുത്തുവാൻ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ കൊണ്ട് സാധിക്കുന്നു. ചാണക്യന്റെ നിഗമനം ഇന്നും എന്നും പ്രസക്തമാണ്. പിടിച്ചടക്കിയ സമ്പത്തിന്റെ ഒരു ഭാഗം ഗ്രാമവാസികളായ പാവപ്പെട്ടവർക്കും വിധവകൾക്കും വിതരണം ചെയ്യുവാൻ ചാണക്യൻ നിർദ്ദേശം നൽകി. ചാണക്യന്റെ ഈ പ്രവൃത്തികൾ ഗ്രാമവാസികൾക്കിടയിൽ വളരെയധികം സ്വാധീനം ചെലുത്തി. ഗ്രാമവാസികളിൽ ആരോഗ്യമുള്ള ചെറുപ്പക്കാർ ചന്ദ്രഗുപ്ത മൗര്യന്റെ സൈന്യത്തിൽ അങ്ങനെ അണിചേരുകയാണ്. അമ്മമാർ തങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ചയക്കുകയാണ്. ചന്ദ്രഗുപ്ത മൗര്യന്റെ സൈന്യവും ആക്രമണം നടത്തുന്നതിന് മുമ്പായി ഓരോ ഗ്രാമത്തെക്കുറിച്ചും ശരിക്കും പഠിച്ചിരുന്നു. ഓരോ ഗ്രാമത്തിനുമുള്ള ധനനന്ദ മഹാരാജാവിന്റെ ശിങ്കിടികളെയും ചാരന്മാരെയും കണ്ടെത്തുകയും അവരെ വധിക്കുകയോ തങ്ങളുടെ ഭാഗത്തു ചേർക്കുകയോ ചെയ്തിരുന്നു. ആയതിനാൽ ആക്രമണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ മഹാമന്ത്രി അമാത്യ രാക്ഷസനോ ധനനന്ദ മഹാരാജാവിനോ ലഭിച്ചില്ല. ചന്ദ്രഗുപ്ത മൗര്യന്റെ സൈന്യം തെക്കേയറ്റത്തു നിന്നും ആക്രമണം ആരംഭിച്ച സമയത്തിന് അടുപ്പിച്ചു തന്നെ പർവ്വതക രാജാവിന്റെ സൈന്യം മഗധയുടെ വടക്കേയറ്റത്തുള്ള ഗ്രാമങ്ങൾ പിടിച്ചടക്കി മുന്നേറിക്കൊണ്ടിരുന്നു. ചാണക്യന്റെ സ്ട്രാറ്റജിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു ആക്രമണ രീതിയാണ് പർവ്വതക രാജാവിന്റെ സൈന്യം അവലംബിച്ചത്. ഗ്രാമവാസികളെ വധിച്ചും പിടിച്ചടക്കിയ സ്ഥലങ്ങളിലൊക്കെ കൊള്ളയടിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത്. പല സ്ഥലങ്ങളിൽ നിന്നും ഗ്രാമമുഖ്യന്മാരുടെ നേതൃത്വത്തിൽ ശക്തമായ ചെറുത്തുനിൽപ്പ് മലയ മഹാരാജാവിന്റെ സൈന്യത്തിന് നേരിടേണ്ടി വന്നു. രാജ്യത്തിന്റെ വടക്കേ അറ്റത്തു നിന്നും പർവ്വതക രാജാവിന്റെ സൈന്യം ആക്രമിച്ചു മുന്നേറുന്ന സ്ഥലങ്ങളിലൊക്കെ വളരെയധികം നാശനഷ്ടങ്ങളാണ് വരുത്തിക്കൂട്ടിയത്. എതിർത്തവരെയൊക്കെ നിഷ്കരുണം വധിച്ചു തള്ളി. സ്ത്രീകളെയും കുട്ടികളെയും പിടികൂടി അടിമകളാക്കി. അതുകൊണ്ട് തന്നെ പർവ്വതക രാജാവിന്റെ പടയോട്ടം വളരെ പെട്ടെന്നു തന്നെ ധനനന്ദ മഹാരാജാവും അമാത്യ രാക്ഷസനും അറിഞ്ഞു. പർവ്വതക മഹാരാജാവിന്റെ സൈന്യം മഗധയുടെ വടക്കുഭാഗത്തു നിന്നും ആക്രമണം ആരംഭിച്ച വിവരം അറിഞ്ഞ ഉടൻ തന്നെ നന്ദമഹാരാജാവ് സൈന്യത്തിലെ പ്രധാനപ്പെട്ടതും യുദ്ധവിദഗ്ധർ ഉൾക്കൊള്ളുന്നതുമായ വിഭാഗങ്ങളെയെല്ലാം ചേർത്തുകൊണ്ട് പർവ്വതക രാജാവിന്റെ സൈന്യത്തെ നേരിടുന്നതിനു വേണ്ടി അങ്ങോട്ടേക്ക് അയച്ചു. നന്ദമഹാരാജാവിന്റെ ഭൂരിപക്ഷം വരുന്ന സൈനികരും വളരെയധികം ദൂരത്തെത്തിയ ശേഷമാണ് ചന്ദ്രഗുപ്ത മൗര്യന്റെ നേതൃത്വത്തിൽ തെക്കുഭാഗത്തുനിന്നും സൈന്യം മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്ന വിവരം അമാത്യ രാക്ഷസൻ അറിഞ്ഞത്. ധനനന്ദ മഹാരാജാവ് അടിയന്തരമായി രാജസഭ വിളിച്ചുകൂട്ടി. പർവ്വതക രാജാവിനെ നേരിടുന്നതിനു വേണ്ടി അയച്ച സൈന്യത്തിലെ
ഒരു വിഭാഗത്തെ തിരിച്ചു വിളിക്കണമെന്ന് ചിലർ അഭിപ്രായപ്പെട്ടു. ചന്ദ്രഗുപ്ത മൗര്യന്റെ നേതൃത്വത്തിലുള്ള സൈന്യം ഇന്നത്തെ നിലയിൽ മുന്നേറുകയാണെങ്കിൽ തലസ്ഥാനത്ത് 3 ദിവസത്തിനുള്ളിലെത്തും. ഈ 3 ദിവസത്തിനുള്ളിൽ പർവ്വതക രാജാവിനെ നേരിടാൻ അയച്ച സൈന്യത്തിലെ ഒരു ഭാഗത്തെ തിരിച്ചു വിളിച്ച് തലസ്ഥാനത്ത് എത്തിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാത്രവുമല്ല, ചന്ദ്രഗുപ്ത മൗര്യന്റെ നേതൃത്വത്തിലുള്ള സൈന്യം വളരെ ചെറുതുമാണ്. എന്നാൽ പർവ്വതക രാജാവിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം വളരെ വലുതും എല്ലാവിധ സന്നാഹങ്ങളുമുള്ളവരുമാണ്. ആയതിനാൽ പർവ്വതക രാജാവിനെ നേരിടാൻ അയച്ച സൈന്യത്തിൽ നിന്നും ഒരു വിഭാഗത്തെ തിരിച്ചു വിളിക്കുന്നത് ബുദ്ധിമോശമാണെന്ന് ചിലർ അഭിപ്രായപ്പെട്ടു. സുശക്തമായ സൈന്യമുള്ള പർവ്വതകനാണ് ചന്ദ്രഗുപ്ത മൗര്യനേക്കാൾ അപകടകാരി എന്ന് പലരും ചൂണ്ടിക്കാട്ടി. തലസ്ഥാനത്ത് ഇപ്പോൾ 30,000-ഓളം സൈനികരുണ്ട്. ചന്ദ്രഗുപ്ത മൗര്യനോ പർവ്വതകരാജനോ പിടിച്ചടക്കാത്ത ഭാഗങ്ങളിൽ നിന്നുള്ള ഗ്രാമമുഖ്യന്മാരോട് ആളും അർത്ഥവുമായി എത്താൻ ഉത്തരവ് നൽകണം എന്ന് ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെട്ടു. അടിയന്തരമായി എല്ലാവിധ സന്നാഹങ്ങളുമായി എത്താൻ നാടുവാഴികൾക്കും ഗ്രാമമുഖ്യന്മാർക്കും സന്ദേശങ്ങൾ അയക്കാൻ അമർത്യാരാക്ഷസൻ നിർദ്ദേശം നൽകി. ചാരന്മാരിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ അമാത്യാരാക്ഷസൻ രാജ്യസഭയ്ക്ക് മുൻപിൽ അവതരിപ്പിച്ചു. ചന്ദ്രഗുപ്ത മൗര്യന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തിൽ പരിശീലനം ലഭിച്ച 5000-ഓളം സൈനികർ മാത്രമേ ഉള്ളൂ. ബാക്കി ഏകദേശം 20,000-ഓളം ആളുകൾ ചന്ദ്രഗുപ്ത മൗര്യൻ കീഴടക്കിയ ഗ്രാമങ്ങളിൽ നിന്നുമുള്ള യുവാക്കളാണ്. അവർക്ക് മതിയായ ആയുധ പരിശീലനം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ചന്ദ്രഗുപ്ത മൗര്യന്റെ സൈന്യത്തെ നാം ചില പുതിയ യുദ്ധതന്ത്രങ്ങൾ ഉപയോഗിച്ച് നേരിടുകയാണെങ്കിൽ വളരെ നിഷ്പ്രയാസം തോൽപ്പിക്കാൻ കഴിയും. ചന്ദ്രഗുപ്ത മൗര്യന്റെ നേതൃത്വത്തിലുള്ള സൈന്യം തലസ്ഥാനത്തെത്തണമെങ്കിൽ ഏകദേശം 3 ദിവസം കഴിയും. അതിനു മുമ്പായി നാടുവാഴികളുടെയും ഗ്രാമമുഖ്യന്മാരുടെയും നേതൃത്വത്തിൽ 20,000-ലധികം സൈനികർ തലസ്ഥാനത്തെത്തണം. തലസ്ഥാനത്തിപ്പോൾ നമ്മുടെ 30,000-ലധികം സൈനികരുണ്ട്. എല്ലാ രീതിയിലുമുള്ള യുദ്ധതന്ത്രങ്ങളിൽ വിദഗ്ധ പരിശീലനം ലഭിച്ചവരാണവർ. ഇവരിൽ നിന്നും അസ്ത്രവിദഗ്ധരായ 1000-ഓളം പേരെ തിരഞ്ഞെടുക്കണം. അവരെ മഗധയ്ക്ക് ചുറ്റുമുള്ള കോട്ടയ്ക്ക് മുകളിലും ഉയർന്ന കെട്ടിടങ്ങളുടെ മുകളിലും മരങ്ങളുടെ മുകളിലും നില ഉറപ്പിക്കണം. വിഷം പുരട്ടിയ അമ്പുകളേന്തിക്കൊണ്ടവർ ചന്ദ്രഗുപ്ത മൗര്യന്റെ സൈന്യം പ്രത്യക്ഷമാകുന്നതുവരെ കാത്തുനിൽക്കണം. ചന്ദ്രഗുപ്ത മൗര്യന്റെ സൈന്യം കാഴ്ചപ്പുറത്തെത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ വിഷം പുരട്ടിയ അമ്പുകൾ വർഷിക്കണം. അപ്രതീക്ഷിതമായ ഈ ആക്രമണം ചന്ദ്രഗുപ്തനോ ചാണക്യനോ കണക്കുകൂട്ടാത്തതായിരിക്കും. ഒളിപ്പോരായതിനാൽ എവിടെ നിന്നാണ് അസ്ത്രങ്ങൾ പാഞ്ഞുവരുന്നതെന്ന് ചന്ദ്രഗുപ്തന്റെ സൈനികർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തതിനാൽ പ്രത്യാക്രമണം ലക്ഷ്യം തെറ്റും. തിരിച്ചവർ ലക്ഷ്യമില്ലാതെ വർഷിക്കുന്ന അസ്ത്രങ്ങൾ അവരുടെ ആയുധശക്തി ശോഷിപ്പിക്കും. നമ്മുടെ വില്ലാളി വീരന്മാരുടെ വിഷം പുരട്ടിയ അസ്ത്രങ്ങളേൽക്കുന്ന ഗ്രാമവാസികളായ യുവാക്കൾ മരിച്ചു വീഴും. ബാക്കിയുള്ളവർ പ്രാണരക്ഷാർത്ഥം പിന്തിരിഞ്ഞോടും. നമ്മുടെ ഒളിയമ്പുകളേൽക്കുന്ന സൈനികരിൽ ഒരു വിഭാഗവും മരിച്ചു വീഴും. ചിലപ്പോൾ പഴയതുപോലെ ചന്ദ്രഗുപ്ത മൗര്യന് പിൻവാങ്ങാൻ ചാണക്യൻ നിർദ്ദേശം നൽകിയേക്കും. അതല്ല, മുന്നോട്ടു നീങ്ങാനാണ് അവരുടെ തീരുമാനമെങ്കിൽ ചന്ദ്രഗുപ്ത മൗര്യനും ചാണക്യനും എത്രയൊക്കെ ബുദ്ധിയും തന്ത്രങ്ങളും പ്രയോഗിച്ചാലും അവർ നമ്മുടെ കോട്ടയ്ക്ക് സമീപം എത്തുമ്പോൾ ചന്ദ്രഗുപ്ത മൗര്യന്റെ കൂടെ അവശേഷിക്കുന്ന സൈനിക വിഭാഗങ്ങൾ 5000-ൽ താഴെ മാത്രമേ കാണൂ. ചാണക്യൻ എത്രയൊക്കെ ശ്രമിച്ചാലും വിദഗ്ധ പരിശീലനം ലഭിക്കാത്ത ഗ്രാമവാസികളായ യുവാക്കളെ കൂടെ നിർത്തുവാൻ കഴിയുകയില്ല. അഥവാ അവരുടെ കൂടെ കുറച്ച് യുവാക്കളെ നിലനിർത്തുവാൻ കഴിഞ്ഞാലും അത് നമുക്കൊരു ഭീഷണിയാകില്ല. കോട്ടയ്ക്ക് അടുത്തെത്തുന്ന ചന്ദ്രഗുപ്ത മൗര്യന്റെ സൈന്യത്തെ 30,000-ഓളം വരുന്ന നമ്മുടെ സൈനികർ നേരിടും. സൈനികർക്ക് നേതൃത്വം നൽകിക്കൊണ്ട് നന്ദമഹാരാജാവ് തന്നെ മുന്നിലുണ്ടായിരിക്കും. രാജാവ് തങ്ങളുടെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസം സൈന്യത്തിന്റെ ആത്മവീര്യം 10 മടങ്ങ് വർദ്ധിപ്പിക്കും. നിഷ്പ്രയാസം നമുക്ക് ചന്ദ്രഗുപ്ത മൗര്യനെ തോൽപ്പിക്കാൻ കഴിയും. നമ്മുടെ പത്മവ്യൂഹത്തിൽ നിന്നും ഒരു തരത്തിലും പുറത്തു കടക്കാൻ കഴിയാത്ത അവരെ അതിനകത്തുവച്ച് തന്നെ നമുക്ക് വധിക്കണം. ചന്ദ്രഗുപ്ത മൗര്യനും ചാണക്യനും ഇപ്രാവശ്യം രക്ഷപ്പെടാൻ ഒരു പഴുതും നൽകാതെ മഹാരാജാവായ ധനനന്ദന്റെ നേതൃത്വത്തിൽ തന്നെ പത്മവ്യൂഹം ചമയ്ക്കണം. അമർത്യാരാക്ഷസൻ പറഞ്ഞവസാനിപ്പിച്ചു. മഹാബുദ്ധിമാനായ അമർത്യാരാക്ഷസന്റെ നിർദ്ദേശം എല്ലാവരും സ്വീകരിച്ചു. ആവശ്യമുള്ള സമയത്ത് പുതിയ യുദ്ധതന്ത്രങ്ങൾ മെനയാനും ചർച്ചയിലെ തീരുമാനങ്ങൾ നടപ്പാക്കാനുമുള്ള നേതൃത്വം അമർത്യാരാക്ഷസനെ മഹാരാജാവായ ധനനന്ദൻ ചുമതലപ്പെടുത്തി. ധനനന്ദ മഹാരാജാവിന്റെ ഉത്തരവ് പ്രകാരം ഗ്രാമങ്ങളിൽ നിന്നും ഗ്രാമപ്രമുഖന്മാരുടെയും നാടുവാഴികളുടെയും നേതൃത്വത്തിൽ ആളും അർത്ഥവും ആയുധങ്ങളും തലസ്ഥാനത്തേക്ക് ഒഴുകി. അസ്ത്രവിദ്യയിൽ വിദഗ്ധരായ 1000-ഓളം സൈനികർ കോട്ടയ്ക്ക് മുകളിലും മരങ്ങളിലും ഉയർന്ന കെട്ടിടങ്ങളുടെ മുകളിലും നിലയുറപ്പിച്ചു. ഈ സമയത്ത്
ധനനന്ദ മഹാരാജാവിനും അമത്യാരാക്ഷസനും ആശ്വാസം നൽകുന്ന ഒരു വാർത്തയെത്തി. ചന്ദ്രഗുപ്ത മൗര്യന്റെ നേതൃത്വത്തിലുള്ള സൈന്യം മഗധയുടെ തെക്കേ അറ്റത്തുനിന്നും പർവ്വതക രാജാവിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം മഗധയുടെ വടക്കേ അറ്റത്തുനിന്നും ആക്രമിച്ച് മുന്നോട്ട് നീങ്ങുകയാണ്. ഈ ആക്രമണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ചാരന്മാരിൽ നിന്നും ധനനന്ദ മഹാരാജാവും മഹാമന്ത്രി അമാത്യാരാക്ഷസനും അറിയുന്നു. പർവ്വതക മഹാരാജാവിന്റെ ആക്രമണ വാർത്തയാണ് ആദ്യം മഗധ രാജധാനിയിൽ എത്തിയത്. അതുകൊണ്ട് സൈന്യത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളെയും പർവ്വതക രാജാവിന്റെ സൈന്യത്തെ നേരിടുന്നതിനു വേണ്ടി അയച്ചു. അതിനുശേഷമാണ് ചന്ദ്രഗുപ്ത മൗര്യന്റെ നേതൃത്വത്തിലുള്ള പടപ്പുറപ്പാടിനെ കുറിച്ച് മഗധ രാജധാനി അറിഞ്ഞത്. ചന്ദ്രഗുപ്ത മൗര്യന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ നേരിടുന്നതിന് മഹാമന്ത്രി അമത്യാരാക്ഷസന്റെ നേതൃത്വത്തിൽ തന്ത്രങ്ങൾ മെനയുന്നു. അമാത്യാരാക്ഷസന്റെ നിർദ്ദേശപ്രകാരം ഗ്രാമമുഖ്യന്മാർക്കും നാടുവാഴികൾക്കും സന്ദേശം അയക്കുന്നു. ആളും അർത്ഥവും ആയുധവുമായി മഗധയുടെ തലസ്ഥാനത്തെത്തിച്ചേരുവാൻ ധനനന്ദ മഹാരാജാവിന്റെ ഉത്തരവാണ് സന്ദേശമായി ഇവർക്ക് അയച്ചത്. ആയുധധാരികളായ 1000-ഓളം വില്ലാളി വീരന്മാരെ തലസ്ഥാനത്തിനും കൊട്ടാരത്തിനും ചുറ്റുമുള്ള കോട്ടയ്ക്കു മുകളിലും ഉയർന്ന കെട്ടിടങ്ങൾക്ക് മുകളിലും മരങ്ങളിലും വിഷം പുരട്ടിയ അസ്ത്രങ്ങളുമായി കാത്തിരിക്കുവാൻ നിർദ്ദേശം നൽകി. ഈ സമയത്ത് ധനനന്ദ മഹാരാജാവ് നിയോഗിച്ച ഒരു ചാരൻ വളരെ സന്തോഷകരമായ ഒരു വാർത്തയുമായി രാജസദസ്സിൽ എത്തിച്ചേർന്നു. ധനനന്ദ മഹാരാജാവിന്റെ സൈന്യം പർവ്വതക രാജാവിനെയും സൈന്യങ്ങളെയും ശക്തമായി ആക്രമിച്ച് അവർ കീഴടക്കിയ ഗ്രാമങ്ങളിൽ ചിലത് തിരിച്ചുപിടിച്ച വാർത്തയാണെത്തിയത്. നന്ദമഹാരാജാവിനും കൂട്ടർക്കും വളരെയധികം സന്തോഷമുണ്ടായി. നമ്മുടെ സൈന്യം വളരെ മികച്ചതാണ്. പർവ്വതക രാജാവിന്റെ ശക്തമായ സൈന്യം കീഴടക്കിയ പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കുവാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് പേടിക്കാൻ ഒന്നും തന്നെയില്ല. നമ്മുടെ സൈന്യം മുന്നേറിക്കൊണ്ട് തന്നെയിരിക്കും. പർവ്വതക രാജാവ് പിടിച്ചടക്കിയ എല്ലാ പ്രദേശങ്ങളും നമ്മുടെ സൈന്യം തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും. നമുക്ക് ചന്ദ്രഗുപ്ത മൗര്യനെ നേരിടാനുള്ള ശ്രമമാണ് അടിയന്തരമായി ചെയ്യേണ്ടത്, അമാത്യാരാക്ഷസൻ പ്രഖ്യാപിച്ചു. ചന്ദ്രഗുപ്ത മൗര്യനും സൈന്യവും മഗധ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് മഗധയിലെത്താൻ ഇനി 3 ദിവസത്തെ വഴിദൂരം മാത്രമേയുള്ളൂ. യാത്രക്കിടയിൽ അവർ ഒരു അരുവിയുടെ തീരത്തെത്തി. കുതിരകൾക്കും ഭക്ഷണ സാധനങ്ങളും ആയുധങ്ങളും ചുമക്കുന്ന മറ്റു മൃഗങ്ങൾക്കും കുളിപ്പിക്കാനും വെള്ളം കൊടുക്കുവാനും സൈനികർക്ക് വിശ്രമിക്കുവാനുമായി കുറച്ചു സമയം അരുവിയുടെ തീരത്ത് വിശ്രമിക്കാമെന്ന് ചാണക്യൻ നിർദ്ദേശിച്ചു. അതിനനുസരിച്ച് അരുവിയുടെ തീരത്ത് താൽക്കാലിക താവളമൊരുക്കി. അരുവിയുടെ തീരത്ത് വിശ്രമിക്കാൻ കിട്ടിയ അവസരം സൈനികരും കൂടെയുള്ള ഗ്രാമീണ യുവാക്കളും വളരെ ആഹ്ലാദകരമായ നിമിഷങ്ങളാക്കി മാറ്റി. കാനനച്ചോലയുടെ സൗന്ദര്യം, അരുവിയിൽ നീന്തിത്തുടിച്ചുള്ള കുളി അവർക്ക് നവോന്മേഷം നൽകി. നദിയിലൂടെ ജലം പാറക്കഷ്ണങ്ങളിൽ തട്ടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന സൗന്ദര്യം നുകർന്നുകൊണ്ട് നിൽക്കുകയായിരുന്നു ചന്ദ്രഗുപ്ത മൗര്യൻ. ചന്ദ്രഗുപ്തന്റെ അടുത്ത് ചാണക്യനുമെത്തി. ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജലത്തിന്റെ മനോഹാരിതയും കുറെ സമയം ചാണക്യനും ആസ്വദിച്ചു. ചന്ദ്രഗുപ്ത, നിനക്കിപ്പോൾ വളരെ സന്തോഷം തോന്നുന്നു അല്ലേ? ചാണക്യൻ ചോദിച്ചു. അതേ ഗുരു, മനസ്സിനും ശരീരത്തിനും നവോന്മേഷവും വിജയപ്രതീക്ഷയും എന്നിൽ പുതിയ ഒരു പ്രചോദന തരംഗങ്ങൾ ഉണർത്തുകയാണ്, ചന്ദ്രഗുപ്ത മൗര്യൻ പറഞ്ഞു. അതിനു മറുപടിയായി ചാണക്യൻ ഒരു ശ്ലോകം ചൊല്ലി കേൾപ്പിച്ചു. ചലാ ലക്ഷ്മി ചലാ പ്രാണ ചലം ജീവിത യൗവനം ചലാചലേ ച സംസാരേ ധർമ്മയേകോഹി നിശ്ചല. ഐശ്വര്യമാകുന്ന ലക്ഷ്മി സദാ ചഞ്ചലയാണ്, പ്രാണനും സദാ ചലിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ജീവിതവും ജീവിത കാലഘട്ടത്തിലെ ചുരുങ്ങിയ യൗവനവും ചലനാത്മകമാണ്. പ്രപഞ്ചവും സദാ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ആകെ കൂടി നോക്കിയാൽ എല്ലാ വസ്തുക്കളും എല്ലാ സമയത്തും ചലിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോഴും ചലിക്കാത്ത ഒന്നു മാത്രമുണ്ട്, അതാണ് ധർമ്മം. അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഭൂമിയിലുള്ള ഒന്നിനും ഒരു സ്ഥിരതയില്ല. ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന ഓരോ ജീവിയും അനുനിമിഷം മാറ്റത്തിന് വിധേയമായാണ് കഴിഞ്ഞുകൂടുന്നത്. ഒരുവന്റെ ജീവിതത്തിൽ വന്ന് അനുഭവിക്കുന്ന കാര്യങ്ങൾ പരിശോധിച്ചാൽ ഒന്നിനും ഒരു സ്ഥിരതയില്ല എന്നു കാണാം. ഐശ്വര്യവും കഷ്ടകാലവും ഒരുപോലെ അവനെ പിടികൂടുന്നു. അതുകൊണ്ടാണ് ഐശ്വര്യദേവതയായ ലക്ഷ്മി ദേവി സദാ ചഞ്ചലയാണ് എന്ന് ഗുരു ചാണക്യൻ പറയുന്നത്. മനുഷ്യന്റെ ജീവിത കാലഘട്ടവും നിർണയാതീതമാണ്. എപ്പോ വേണമെങ്കിലും മരണം പിടികൂടാം. പ്രാണനും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഒരു ജീവിക്കും നിശ്ചിതമായ ഒരു കാലം അനുവദിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്റെ ആയുർദൈർഘ്യം നിർണയിക്കുവാൻ ആർക്കും സാധ്യവുമല്ല. ചുരുങ്ങിയതും
എപ്പോൾ വേണമെങ്കിലും അവസാനിക്കാവുന്നതുമായ തന്റെ ജീവിത കാലഘട്ടത്തിലെ ഒരേടായ യൗവനവും ജീവിത വ്യഗ്രതയുടെ ബഹളത്തിനിടയിൽ വളരെ വേഗം കടന്നുപോകുന്നു. ആകെക്കൂടി നോക്കുമ്പോൾ ഈ പ്രപഞ്ചവും പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും എപ്പോഴും ചലനവിധേയമായി കൊണ്ടിരിക്കുന്നു. എന്നാൽ മാറ്റമില്ലാത്തൊരു കാര്യമുണ്ട്. അതാണ് ധർമ്മം. എല്ലാ കാലഘട്ടത്തിലും ഒരുപോലെ പ്രസക്തമാണ് ധർമാനുഷ്ഠാനം. ഈശ്വരകൽപിതമായ ധർമ്മങ്ങൾക്ക് ഒരു കാലത്തും മാറ്റം വരില്ല. മനുഷ്യനും മറ്റെല്ലാ ജീവജാലങ്ങൾക്കും വെവ്വേറെ ധർമ്മങ്ങളാണ് കൽപ്പിച്ചു നൽകിയിട്ടുള്ളത്. അവ അനുഷ്ഠിക്കുവാൻ എല്ലാവരും ബാധ്യസ്ഥരുമാണ്. മനുഷ്യനൊഴികെയുള്ള സകല സൃഷ്ടികളും താന്താങ്ങളുടേതായ ധർമ്മം ഒരു വീഴ്ചയും കൂടാതെ നിർവഹിക്കുന്നു. ധർമ്മത്തിന് മാറ്റമില്ലെങ്കിലും അത് പ്രായോഗികമാക്കുന്നതിന് നാം തിരഞ്ഞെടുക്കുന്ന വഴികൾ കാലത്തിനും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് മാറ്റിക്കൊണ്ടിരുന്നാൽ മാത്രമേ വിജയിക്കാൻ കഴിയൂ. ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ നദി പോലെയാണ് ജീവിതവും. അത് അനുദിനം മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. ഇതുവരെയുള്ള കഷ്ടപ്പാടു നിറഞ്ഞ ജീവിതത്തിനും കഠിനമായ പരിശ്രമങ്ങൾക്കുമൊടുവിൽ നാം വിജയിക്കാൻ പോവുകയാണ് എന്നാണ് ചാണക്യൻ ചന്ദ്രഗുപ്ത മൗര്യനെ പറഞ്ഞു മനസ്സിലാക്കിയത്. തലസ്ഥാനത്തെ വിശേഷങ്ങൾ അറിയുന്നതിനു വേണ്ടി നിയോഗിച്ചിരുന്ന ചാരന്മാരിൽ ഒരാൾ സന്ദേശവുമായി ചാണക്യന്റെ സമീപമെത്തി. മഗധയിലെ ധനനന്ദ മഹാരാജാവ് ചന്ദ്രഗുപ്ത മൗര്യനെ നേരിടുന്നതിനു വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന യുദ്ധസന്നാഹങ്ങളെക്കുറിച്ച് വിവരങ്ങൾ നൽകി. ചാണക്യൻ ചന്ദ്രഗുപ്തനോട് പറഞ്ഞു, നാം മഗധയുടെ തലസ്ഥാനം കീഴടക്കുവാൻ ഇനി 3 ദിവസം വഴി ദൂരമേയുള്ളൂ. ഇതുവരെ നമ്മുടെ സൈന്യത്തെ എതിർത്തിരുന്നത് ഗ്രാമീണരും ഗ്രാമമുഖ്യന്മാരുമായിരുന്നു. അവരുടെ ആയുധങ്ങളെക്കാൾ മെച്ചമായ ആയുധങ്ങളായിരുന്നു നമ്മുടെ പക്കലുണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്കവരെ നിഷ്പ്രയാസം കീഴടക്കുവാനും അവരിൽ മിടുക്കരായ യുവാക്കളെ നമ്മുടെ സൈന്യത്തിൽ ചേർക്കുവാനും കഴിഞ്ഞു. സാധാരണ ഒരു യുദ്ധത്തിൽ വിജയിക്കുവാൻ ആവശ്യമായ ആയുധങ്ങൾ നമ്മുടെ പക്കലുണ്ട്. എന്നാൽ നന്ദമഹാരാജാവിന്റെ സൈന്യത്തോട് അവരുടെ ആയുധങ്ങളോടും മത്സരിക്കുവാൻ ഇത് പോരാ. നമുക്ക് കൂടുതൽ ആയുധങ്ങളും പടച്ചട്ടകളും നിർമ്മിച്ച് സൈനികർക്ക് നൽകേണ്ടിയിരിക്കുന്നു. അടുത്ത പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും കൊല്ലക്കുടിയുണ്ടോ എന്ന് അന്വേഷിക്കണം. അതുവരെ നമുക്കിവിടെ വിശ്രമിക്കാം, ചാണക്യൻ പറഞ്ഞു. ആ കാലഘട്ടത്തിൽ ഓരോ വിഭാഗത്തിലും തൊഴിൽ ചെയ്യുന്ന ആളുകൾ ഒരുമിച്ച് കോളനിയായിട്ടാണ് താമസിച്ചിരുന്നത്. കൊല്ലന്മാർ കോളനിയായിട്ട് താമസിക്കുന്ന സ്ഥലത്തെ കൊല്ലക്കുടി എന്നാണ് വിളിച്ചിരുന്നത്. ചാണക്യൻ കൊല്ലന്മാരെ താമസിക്കുന്ന കൊല്ലക്കുടി കണ്ടെത്തുന്നതിന് സമീപ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചു വരുന്നതിനുമായി കൂടെയുണ്ടായിരുന്ന ഏതാനും ഗ്രാമവാസികളായ യുവാക്കളെ നിയോഗിച്ചു. കൊല്ലന്മാർ അധിവസിക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളുമായി അന്വേഷിക്കാൻ പോയവർ മടങ്ങിയെത്തി. ആയുധങ്ങളും പടച്ചട്ടകളും നിർമ്മിക്കാൻ വിദഗ്ധരായ കൊല്ലന്മാരെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ ചാണക്യന് വിശദീകരിച്ചു നൽകി. ചാണക്യൻ ഏതാനും വിശ്വസ്തരായ സൈനികരെയും ഗ്രാമവാസികളെയും ആയുധങ്ങളും പടച്ചട്ടകളും നിർമ്മിക്കുന്നതിനു വേണ്ടി കൊല്ലന്മാരെ സമീപിച്ച് പണിത് വാങ്ങിക്കൊണ്ടുവരുവാൻ നിയോഗിച്ചു. അതിനാവശ്യമുള്ള ധനവും അവരെ ഏൽപ്പിച്ചു. ആയുധങ്ങൾ നിർമ്മിച്ചു കിട്ടുന്നതുവരെ വിശ്രമിക്കുവാൻ സൈനികർക്കും കൂടെയുള്ള ഗ്രാമീണ യുവാക്കൾക്കും നിർദ്ദേശം നൽകി. വളരെ ദിവസങ്ങൾ നീണ്ടുനിന്ന യാത്രയും യുദ്ധവും മൂലം ക്ഷീണിച്ച് അവശരായിരുന്ന സൈനികർക്കും യുവാക്കൾക്കും അതൊരു വലിയ ആഘോഷമായി. അവർ കാനന ഭംഗി ആസ്വദിച്ചും അരുവിയിൽ നീന്തിത്തുടിച്ചും ദിവസങ്ങൾ സന്തോഷഭരിതമാക്കി. അങ്ങനെ ഒരു ദിവസം തങ്ങളുടെ പ്രദേശത്തു കൂടി കറങ്ങി നടന്ന അപരിചിതനായ ഒരാളെ സൈനികർ പിടികൂടി ചന്ദ്രഗുപ്ത മൗര്യന്റെ മുന്നിൽ ഹാജരാക്കി. ചോദ്യം ചെയ്യലിൽ നിന്നും അയാൾ അമാത്യ രാക്ഷസൻ നിയോഗിച്ച ചാരനാണ് എന്ന് മനസ്സിലായി. ചാരനെ ചാണക്യന്റെ മുമ്പിലും ഹാജരാക്കി. അയാളുമായി കുറച്ചു സമയം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ചാണക്യൻ ഒരു കാര്യം വ്യക്തമായി. കുടുംബത്ത് വളരെയധികം ബുദ്ധിമുട്ടും സാമ്പത്തിക ദുരിതവും അനുഭവിക്കുന്ന വ്യക്തിയാണ് ചാരനായി നിയോഗിക്കപ്പെട്ടയാൾ. അയാളെ പണം കൊടുത്ത് ചാണക്യൻ സ്വാധീനിച്ചു. ധനനന്ദ മഹാരാജാവ് എന്തൊക്കെ കാര്യങ്ങളാണ് ശത്രുക്കളെ നേരിടുവാൻ തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് അയാളെ ചോദ്യം ചെയ്തു മനസ്സിലാക്കി. പർവ്വതക രാജാവിന്റെ സൈന്യവും ധനനന്ദ മഹാരാജാവിന്റെ സൈന്യവും ഇഞ്ചോടിഞ്ച് പോരാടിക്കൊണ്ടിരിക്കുന്ന വിവരം ചാണക്യൻ മനസ്സിലാക്കി. ചന്ദ്രഗുപ്ത മൗര്യന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ നേരിടുന്നതിനു വേണ്ടി അമാത്യ രാക്ഷസൻ ഒരുക്കിയിരുന്ന സന്നാഹങ്ങളെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കി. എന്നിട്ട് ചാരനോട് പറഞ്ഞു, ഇത്രയൊക്കെ സൈനിക സന്നാഹങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് എങ്കിൽ ഞങ്ങൾക്ക് വിജയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ മടങ്ങിപ്പോകുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ചന്ദ്രഗുപ്ത മൗര്യനും സൈന്യവും മടങ്ങിപ്പോകുന്നത് കണ്ടു എന്ന് നന്ദ മഹാരാജാവിനെയും അമാത്യ രാക്ഷസനെയും അറിയിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചു. അയാൾ ആഗ്രഹിച്ചതിലും കൂടുതൽ ധനം, സ്വർണം എന്നിവ ചാരന് നൽകി യാത്രയാക്കി. ധനനന്ദ മഹാരാജാവിന്റെ ഇത്രയും വിപുലമായ സന്നാഹങ്ങൾ നമ്മൾ എങ്ങനെ പരാജയപ്പെടുത്തും?
ചന്ദ്രഗുപ്ത മൗര്യൻ തന്റെ സംശയം ഉന്നയിച്ചു. താവത് ഭയേഷു ഭേദവ്യം യാവത് ഭയമനാഗതം ആഗതം തു ഭയം ദൃഷ്ട്വാ പ്രഹർത്തവ്യം ആശങ്കയ. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. ബുദ്ധിമാനായവൻ അത് നേരത്തെ കണ്ടറിഞ്ഞ് നേരിടുവാൻ തയ്യാറെടുക്കും. അവൻ ധൈര്യത്തോടെ പ്രശ്നങ്ങളെ നേരിടും. പ്രശ്നകലുഷിതമായ ഈ ലോകത്തിൽ അധിവസിക്കുന്ന ഓരോരുത്തർക്കും അവരവരുടേതായ പ്രശ്നങ്ങളുണ്ട്. വ്യക്തിപരമായതും കുടുംബപരമായും ബന്ധപ്പെട്ടിട്ടുള്ളതും സാമൂഹികമായും പ്രശ്നങ്ങളില്ലാത്ത ഒരു ജീവിതം ഒരു സ്വപ്നം മാത്രമാണ്. അങ്ങനെയിരിക്കെ പ്രശ്നങ്ങളെ നേരിടുക എന്നത് മാത്രമാണ് പോംവഴി. വിവേകവും ബുദ്ധിയുമുള്ള ഒരു വ്യക്തി അയാളുടെ എല്ലാ പ്രവൃത്തികളോടും ചേർത്ത് പ്രശ്നങ്ങളെയും കാണും. യാതൊരു ഭയപ്പാടുമില്ലാതെ അവയെ നേരിടാനും അതിജീവിക്കാനും അയാൾക്കു സാധിക്കും. കായലിലെ ജലത്തിന്റെ ശാന്തതയല്ല കടലിലെ കാറ്റും കോളുമാണ് ജീവിതത്തിൽ എല്ലാവരും അനുഭവിക്കേണ്ടി വരിക. അതൊരു ജീവിത യാഥാർത്ഥ്യമാണ്. അവയൊക്കെ യഥായോഗ്യം കൈകാര്യം ചെയ്യാനുള്ള ത്രാണി മനുഷ്യന് ദൈവം നൽകിയിട്ടുണ്ട്. എന്നാൽ പലരും ഈ വസ്തുത മനസ്സിലാക്കാതെ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുമ്പോൾ ഭയചകിതരാകാറുണ്ട്. പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ധൈര്യമില്ലാതെ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്നവരുമുണ്ട്. ജന്മസിദ്ധമായി മനുഷ്യന് ലഭിച്ചിരിക്കുന്ന ബുദ്ധിശക്തി വികസിപ്പിക്കുകയും വിവേകപൂർവം അവ വിനിയോഗിക്കുകയും സാധിക്കുന്നിടത്തോളം അറിവ് സമ്പാദിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ തൃണസമാനമാണ്. മനുഷ്യ സൃഷ്ടികളായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ മനുഷ്യനു തന്നെ സാധിക്കും. നമുക്കിപ്പോൾ രണ്ടു രീതിയിലുള്ള പ്രശ്നപരിഹാരങ്ങൾ മുന്നിലുണ്ട്. ഒന്ന്, ധനനന്ദ മഹാരാജാവിന്റെ സന്ദേശമനുസരിച്ച് മഗധയിലേക്ക് പുറപ്പെട്ട് ഗ്രാമമുഖ്യന്മാരെയും നാടുവാഴികളിൽ ചിലരെയെങ്കിലും നമുക്ക് സ്വാധീനിക്കാൻ കഴിയും. അതിനുള്ള ശ്രമങ്ങളാണ് നമ്മൾ അടിയന്തരമായി ചെയ്യേണ്ടത്. രണ്ട്, തലസ്ഥാനത്തേക്ക് നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പാതയിലൂടെ മുന്നേറിയാൽ നമുക്ക് വിജയിക്കാൻ കഴിയില്ല. നമ്മളിപ്പോൾ സഞ്ചരിക്കുന്ന പാതയിൽ നിന്നും വേറിട്ട് മറ്റൊരു പാത കണ്ടുപിടിക്കണം. തലസ്ഥാനത്ത് കടക്കുന്നതിനു വേണ്ടി മറ്റേതെങ്കിലും രഹസ്യമാർഗങ്ങൾ കണ്ടുപിടിക്കണം. നാടുവാഴികളെയും ഗ്രാമമുഖ്യന്മാരെയും സ്വാധീനിക്കുന്നതിനു വേണ്ടിയും തലസ്ഥാനത്ത് പ്രവേശിക്കുന്നതിനുള്ള എളുപ്പമാർഗങ്ങൾ കണ്ടെത്തുന്നതിനു വേണ്ടിയും പ്രത്യേകം വിദഗ്ധരായ ആളുകളെ ചാണക്യൻ നിയോഗിച്ചു. ഗ്രാമമുഖ്യന്മാരെയും നാടുവാഴികളെയും സ്വാധീനിക്കുവാൻ പോയവർ വളരെ വിദഗ്ധമായി തന്നെ കാര്യങ്ങൾ അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തി. തെക്കുഭാഗത്തു നിന്നും മഗധയുടെ യഥാർത്ഥ അവകാശിയായ ചന്ദ്രഗുപ്ത മൗര്യൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തലസ്ഥാനത്തെത്തി മഗധ കീഴടക്കും. ചന്ദ്രഗുപ്ത മൗര്യന്റെ സഖ്യകക്ഷിയായ പർവ്വതക രാജാവ് വടക്കുനിന്ന് ആക്രമിച്ച് മുന്നേറുകയാണ്. മഗധയുടെ ഏതാണ്ട് വടക്കു ഭാഗത്തുള്ള പ്രദേശങ്ങൾ മുഴുവൻ കീഴടക്കി പർവ്വതക രാജാവ് ഏതാനും ദിവസം കൊണ്ട് തലസ്ഥാനത്തെത്തും. തലസ്ഥാനത്തിപ്പോൾ അവശേഷിക്കുന്ന ചെറിയ സൈന്യത്തിന് ചന്ദ്രഗുപ്ത മൗര്യനെ തോൽപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് ഗ്രാമമുഖ്യന്മാരെയും നാടുവാഴികളെയും അവരുടെ കൂടെയുള്ള നിരപരാധികളെയും ചാവേറായി മുന്നിൽ നിർത്താൻ സന്ദേശങ്ങൾ നൽകി വരുത്തിയിരിക്കുന്നത്. മഗധയുടെ യഥാർത്ഥ അവകാശിയായ ചന്ദ്രഗുപ്ത മൗര്യന് അധികാരം തിരിച്ചു നൽകുന്നതിനു വേണ്ടി സഹായിക്കുകയാണ് ഇപ്പോൾ ഗ്രാമമുഖ്യന്മാരും നാടുവാഴികളും ചെയ്യേണ്ടതെന്നും അവരെ പറഞ്ഞു മനസ്സിലാക്കി. ചിലർക്കു ധനം നൽകി സ്വാധീനിച്ചു. ഇങ്ങനെ ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ നന്ദ മഹാരാജാവിനെ സഹായിക്കാനായി പുറപ്പെട്ട ഗ്രാമമുഖ്യന്മാരിലെയും നാടുവാഴികളിലെയും ഭൂരിപക്ഷം പേരെയും സ്വാധീനിക്കുവാൻ ചാണക്യതന്ത്രങ്ങൾക്ക് കഴിഞ്ഞു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് ചന്ദ്രഗുപ്ത മൗര്യന് സൈന്യത്തിനു വേണ്ടി പുതിയ ആയുധങ്ങളും പടച്ചട്ടകളും നിർമ്മിക്കപ്പെട്ടു. ധനനന്ദ മഹാരാജാവിനെ സഹായിക്കാൻ പുറപ്പെട്ട ഗ്രാമമുഖ്യന്മാരുടെയും നാടുവാഴികളുടെയും നേതൃത്വത്തിലുള്ള സൈന്യത്തിലെ ഏതാണ്ട് ഭൂരിപക്ഷവും ഇപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യന്റെ സൈന്യത്തിൽ അണിചേർന്നു കഴിഞ്ഞു. ചന്ദ്രഗുപ്ത മൗര്യന്റെ പഴയ സൈന്യങ്ങളും നേരത്തെ ചേർന്നിരുന്ന ഗ്രാമത്തിലെ യുവാക്കൾ ഉൾപ്പെടുന്ന സൈനികരും ഇപ്പോൾ കൂറുമാറി ചന്ദ്രഗുപ്ത മൗര്യന്റെ പക്ഷത്തു ചേർന്നവരും ഉൾപ്പെടെ വലിയൊരു ഏകദേശം 30,000-ത്തിലധികം വരുന്ന സുശക്തമായ സൈന്യം ചന്ദ്രഗുപ്തന്റെ നേതൃത്വത്തിൽ രൂപപ്പെട്ടു. പോർച്ചട്ടയണിഞ്ഞ് നെഞ്ചുവിരിച്ച് കവചങ്ങളണിഞ്ഞ് ശിരസുയർത്തിപ്പിടിച്ച് ചന്ദ്രഗുപ്ത മൗര്യൻ മുന്നോട്ടു നടന്നു. അണിയണിയായി സൈന്യവും. കുതിര സൂക്ഷിപ്പുകാരൻ കുതിരയെ അണിയിച്ചൊരുക്കി ചന്ദ്രഗുപ്തന്റെ മുന്നിലേക്ക് കൊണ്ടുനിർത്തി. ചന്ദ്രഗുപ്ത മൗര്യൻ കുതിരപ്പുറത്ത് ചാടിക്കയറി. ചന്ദ്രഗുപ്ത മൗര്യന്റെ കയ്യിലേക്ക് ചാണക്യൻ മഗധയുടെ പതാക നൽകി. ചാണക്യൻ നൽകിയ പതാക ചന്ദ്രഗുപ്ത മൗര്യൻ അന്തരീക്ഷത്തിൽ ഉയർത്തിവീശി. പടയാളികൾക്കിടയിൽ ആവേശം അലയടിച്ചു. ചന്ദ്രഗുപ്ത മൗര്യൻ നീളാൾ വാഴട്ടെ അവർ അലറി വിളിച്ചു.
കൊടുങ്കാട്ടിൽ നിന്നും വീശുന്ന കൊടുങ്കാറ്റുപോലെ അവർ മഗധയുടെ കവാടം പൊളിച്ചകത്തു കടന്നു. യുദ്ധം ഏതാനും ദിവസങ്ങൾ നീണ്ടുനിന്നു. മഗധ ഭരിച്ചിരുന്ന സിദ്ധാർത്ഥ സിദ്ധി മൗര്യന്റെ പുത്രനാണ് ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു. മഗധയിലെ ജനങ്ങളിൽ നല്ലൊരു ശതമാനം ആളുകളും അവരുടെ കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി ചന്ദ്രഗുപ്ത മൗര്യനെ സഹായിക്കാനെത്തി. മൗര്യന്മാരോട് കൂറുപുലർത്തിയിരുന്ന ധനനന്ദ മഹാരാജാവിന്റെ സൈന്യത്തിലെ ഒരു വിഭാഗം കൂറുമാറി ചന്ദ്രഗുപ്ത മൗര്യന്റെ പക്ഷത്തു ചേർന്നു. ധനനന്ദ മഹാരാജാവ് വീരോചിതമായി തന്നെ പോരാടി. യുദ്ധം ആരംഭിച്ച 6 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യൻ ധനനന്ദ മഹാരാജാവിനെ വധിച്ചു. ധനനന്ദന്റെ ശിരസിൽ നിന്നും ഇറ്റുവീഴുന്ന രക്തത്തിൽ കൈമുക്കി ചാണക്യൻ തന്റെ അഴിഞ്ഞു വീണ കുടുമ വീണ്ടും കെട്ടി. ധനനന്ദന്റെ കുടുംബത്തിലെ ഒരംഗം പോലും അവശേഷിക്കാതെ വധിച്ചു കളയുവാൻ ചാണക്യൻ ഉത്തരവിറക്കി. എന്നാൽ അമാത്യ രാക്ഷസനെ വധിക്കരുത് എന്നും ജീവനോടെ തന്റെ മുന്നിൽ ഹാജരാക്കണം എന്നും സൈനികർക്ക് നിർദ്ദേശം നൽകി. എന്നാൽ അമാത്യ രാക്ഷസൻ അപകടം മുൻകൂട്ടി മനസ്സിലാക്കി ധനനന്ദ മഹാരാജാവിന്റെ 12 വയസ്സുള്ള മകനുമായി രഹസ്യ വഴിയിലൂടെ രക്ഷപ്പെട്ടു. കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ചന്ദ്രഗുപ്ത മൗര്യനെയും ചാണക്യനെയും ഉന്മൂലനം ചെയ്യാനുള്ള തന്ത്രങ്ങളുമായി അമാത്യ രാക്ഷസനും പുതിയ ദൗത്യങ്ങളുമായി ചാണക്യനും. കഥ തുടരുകയാണ്. ചാണക്യന്റെ ജനനം മുതൽ മരണം വരെയുള്ള സംഭവ ബഹുലമായ ജീവചരിത്രം ചാണക്യൻ എന്ന പേരിൽ ഡിസി ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ടി നസീർ ഖാൻ സാഹിബ് ആണ് വളരെയധികം ഗവേഷണങ്ങൾ നടത്തി ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. ഡിസി ബുക്സിന്റെ എല്ലാ ശാഖകളിലും പുസ്തകം ലഭ്യമാണ്. പുസ്തകം ഡിസി ബുക്സിൽ പോയി വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർ ഈ പ്രോഗ്രാമിന്റെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ച് ഓൺലൈൻ ആയി വാങ്ങാവുന്നതാണ്. മണി ടെക് മീഡിയയ്ക്കു വേണ്ടി ഈ പ്രോഗ്രാം തയ്യാറാക്കിയത് നസീർ ഖാൻ സാഹിബ് ടി, മുൻ ജില്ലാ ലേബർ ഓഫീസറും ഇപ്പോൾ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജിയുടെ പ്രോഗ്രാം പ്രൊഡ്യൂസറുമാണ്.